ഞാനൊരിടത്തൊരു കോൺഫറൻസിൽ പ്രസംഗിക്കുകയാണ്. അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര അത്ഭുതം തോന്നിയത്, ഒരു ആൻറ്റി ഉണ്ടെന്ന് പറഞ്ഞു, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 20-ലേറെ വർഷം. ഓയ്യോ. എന്നിട്ട് ആ സ്ത്രീ എന്നോട് പറയുന്നു, എൻ്റെ ഭർത്താവ് എന്നെ ഇന്ന് വരെ എടിയെന്ന് വിളിച്ചിട്ടില്ല. എനിക്കങ്ങ് അത്ഭുതം തോന്നി. 20 വർഷമായി ഭർത്താവിൻ്റെ ഓർമ്മയില്ല ആ സ്ത്രീക്ക് അവരെ എടിയെന്ന് വിളിച്ചൊരു ഓർമ്മ പോലും ഇല്ല. എന്തൊരു വീടാണ്. അപ്പോൾ എനിക്ക് വേറെ രസകരമായ അനുഭവം ഉണ്ടായി. ഞങ്ങളുടെ ഒരു പാസ്റ്റർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു സായിപ്പ് പാസ്റ്റർ വീട്ടിൽ താമസിക്കുക. അപ്പോൾ പായിപ്പ് എപ്പോഴും കേൾക്കുക, ഈ പാസ്റ്റർ ആണെങ്കിൽ ഭാര്യയെ വിളിക്കുന്നു എടിയേ. നമ്മുടെ ഈ ആണുങ്ങളുടെ ഒരു ഒറ്റ ജോലി തീരും. ആരെങ്കിലും ഇങ്ങനെ വിരുന്നുകാർ വരുമ്പോൾ ഒറ്റ അലയാണ്, എടി ആരാടി വന്നെന്ന് നോക്കിക്കുക. അതോടുകൂടി പുള്ളിയുടെ ജോലി തീർന്നു. ആരാടി വന്നെന്ന് നോക്കിക്കുക. പിന്നെ നോക്കിയിട്ട് ബാക്കിയെല്ലാം ആര് ചെയ്തോളൂ, ഭാര്യ എടി വിളി, ഇതെല്ലാം തീരുമല്ലോ. അപ്പോൾ ഈ സായിപ്പ് കേൾക്കുകയാണ്, പാസ്റ്റർ എപ്പോഴും വിളിക്കുന്നു എടിയേ എടിയേ. അവസാനം ഈ സായിപ്പ് പാസ്റ്ററോട് ചോദിച്ചെന്ന്, പാസ്റ്റർ യു ആർ ഓൾവേസ് കോളിങ് യുവർ വൈഫ് എടി ആൻഡ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എടി? അപ്പോൾ നമ്മുടെ അച്ചായൻ ആരാ മോൻ? അച്ചായൻ പറഞ്ഞെന്ന്, സായിപ്പേ യു പീപ്പിൾ ഓൾവേസ് കോൾ ഹണി ഹണി ആൻഡ് യുവർ ഹണി ഈസ് അവർ എടി. നിങ്ങളെപ്പോഴും തേനേ എന്ന് വിളിക്കും. നിങ്ങളുടെ തേനാണ് ഞങ്ങളുടെ എടിയെന്ന്. അല്ലല്ലോ, നമുക്കറിയാമല്ലോ. എന്നാലും നമ്മളെല്ലാവരും തന്നെ ഇതിന് മിടുക്കരാണ്. അപ്പോൾ ഇന്ന് രാത്രിയിലെ ഭാഷയിൽ മേൽ ഒരധികാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, അങ്ങനെയുള്ള എന്തെങ്കിലും മോശപ്പെട്ട ഭാഷകൾ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പറയുന്ന ഒരു ജീവിതശൈലി ഉണ്ടെങ്കിൽ, എത്ര കോപം വന്നാലും മോശപ്പെട്ട ഒരു ഭാഷ എൻ്റെ വായിൽ നിന്ന് വരാതെ എൻ്റെ അതിരത്തെ കാവൽ ചെയ്യണമെന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നവരൊക്കെ കരമുയർത്തിയ ദൈവത്തോട് ഒന്നുകൂടൊന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ വീടുകളിലേക്ക് ആ ഭാഷ മാറട്ടെ. ഭാഷയുടെ ദൈവികമായ ഭാഷയുടെ ഒരു സ്വാധീനത്തിനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. മുമ്പോട്ട് പോട്ടെ പ്രിയരെ. അപ്പം മോനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്ത് എന്തെന്ന് ചോദിച്ചല്ലോ. അത് കഴിഞ്ഞാൽ ഈ അമ്മ പറഞ്ഞൊരു കാര്യമാണ് എന്നെ അതിലും അത്ഭുതപ്പെടുത്തിയത്. നിൻ്റെ അപ്പനും ഞാനും നിന്നെ തെരഞ്ഞു നടന്നു. നിൻ്റെ അപ്പനും ഞാനും. ഉറക്കെ പറഞ്ഞേ, നിൻ്റെ അപ്പനും ഞാനും. ഒന്നുകൂടെ പറഞ്ഞേ. അല്ല ചേച്ചി, ഞാൻ ചോദിക്കാം. ചേച്ചി പെട്ടെന്ന് ഇങ്ങനെ ചെല്ലുന്നു, എസ്റ്റംബറായിട്ട് പറയണം എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് ആയിട്ട് പറയണം, ഓർക്കപ്പുറത്ത് പറയണം. ഓടിച്ചെന്ന് ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ പറയുമ്പോൾ നിൻ്റെ അപ്പനും ഞാനും എന്ന് പറയുമോ, ഞാനും നിൻ്റെ അപ്പൻ എന്ന് പറയുമോ? സത്യമേ പറയാവോ, കള്ളം പറയല്ലേ. നിൻ്റെ അപ്പനും ഞാനും എന്ന് പറയുമോ, ഞാനും നിൻ്റെ അപ്പൻ എന്ന് പറയുമോ? ഞാനും നിൻ്റെ അപ്പനും. നിൻ്റെ അപ്പൻ എന്ന് പറയാറില്ല, ഞാനെന്നേ പറയത്തുള്ളൂ. അപ്പം ഞാനും നിൻ്റെ അപ്പൻ എന്ന് പറഞ്ഞാൽ ആർക്കാ പ്രാധാന്യം? എനിക്കാണ്. നിൻ്റെ അപ്പനും ഞാനെന്ന് പറയുമ്പോൾ ആർക്കാണ് പ്രാധാന്യം? അപ്പനാണ്. മറിയം പറഞ്ഞത് ഞാനും നിൻ്റെ അപ്പൻ എന്നാണോ, നിൻ്റെ അപ്പനും ഞാനും എന്നാണോ? നിൻ്റെ അപ്പനും ഞാനും അല്ലേ, നിൻ്റെ അപ്പനും ഞാനും. ഞാനൊരു വീട്ടിൽ കയറി ചെന്നപ്പോൾ ആൻറ്റി എൻ്റെ പറയാണ്, പാസ്റ്റേ കണ്ടോ ഇത്രയും കഷ്ടപ്പെട്ട ഞാൻ ഈ വീടെല്ലാം വെച്ചത്, ഈ പിള്ളേരെല്ലാം വളർത്തിയത് ഞാനിവിടെ കെട്ടിക്കയറി വന്നപ്പോൾ ഈ കെട്ടിയവൻ്റെ ഇളയത്തങ്ങളൊക്കെ ഇള്ള കുഞ്ഞുങ്ങളായിരുന്നു, എല്ലാത്തിനും വളർത്തിയത് ഞാൻ. അപ്പോൾ ഈ എളിയവൻ അറിയാതെ ചോദിച്ചു പോയി, ആൻറ്റി അച്ചായൻ മരിച്ചിട്ട് എത്ര നാളായിരുന്നു? അയാൾ പറയുന്ന ഇപ്പുണ്ടേ, അങ്ങനെ പറയുന്ന ഇപ്പുണ്ട്. എന്നാലും എല്ലാം ആരാണ്? ഞാനാണ്. അങ്ങനെ അല്ല പ്രിയരെ. മറിയം ആർക്ക് പ്രാധാന്യം കൊടുത്ത്? അപ്പന് പ്രാധാന്യം കൊടുത്തു. നിൻ്റെ അപ്പനും ഞാനും. അപ്പോൾ അപ്പന് ബഹുമാനം കൊടുത്തൊരു വീട്ടിലാണ് ആര് ജനിച്ചത്? യേശു ജനിച്ചത്. ദൈവകുമാരൻ ജനിച്ച വീടിൻ്റെ പ്രത്യേകത അമ്മ അപ്പനെ ബഹുമാനിച്ചു. മനസ്സിലാക്കണേ, ബഹുമാനമുള്ളൊരു വീട്ടിലെ യേശു കർത്താവിന് ജനിക്കാനൊക്കത്തുള്ളൂ, വളരത്തുള്ളൂ. സ്വതന്ത്രം ചെയ്ത് ബഹുമാനിക്കണം. അപ്പോൾ അന്നത്തെ കാലത്തെ അപ്പന്മാരുടെ പ്രത്യേകതയുണ്ട്. അവരൊരിക്കലും ഭാര്യയും കൊണ്ട് സംസാരിപ്പിക്കത്തില്ല. കാരണം അന്നൊരു ചിന്തയുണ്ട്, നീ എന്നെ ഒരു നായായിട്ടും ഒരു യവനായിട്ടും ഒരു വളർത്തു നായായിട്ടും ജനിപ്പിക്കാഞ്ഞത് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്നുള്ള യഹൂദ ആ മേധാവിത്വം, പുരുഷ മേധാവിത്വത്തിൻ്റെ ഒരു വല്ലാത്ത ക്രൂരമുഖം, അതാണ് യഹൂദൻ. എന്നിട്ട് പോലും പറയുന്നത് കണ്ടോ, എന്താ പറയുന്നതെന്ന് അറിയാമോ? നിൻ്റെ ഈ അമ്മയും കൊണ്ട് അപ്പൻ എന്ത് ചെയ്തു? സംസാരിപ്പിച്ചു. അപ്പോൾ യോസഫ് ആർക്ക് ബഹുമാനം കൊടുത്തു? അമ്മയ്ക്ക് ബഹുമാനം കൊടുത്തു. പരസ്പരം ബഹുമാനിച്ചിടത്താണ് ആര് ജനിച്ചത്? യേശു ജനിച്ചു. അപ്പോൾ യേശു വളരാൻ ഉണ്ടായ വീടിൻ്റെ പ്രത്യേകത ആ വീട്ടിൽ ബഹുമാനമുള്ളൊരു വീടായിരുന്നു. ഇന്ന് രാത്രി ആത്മാർത്ഥമായിട്ട് ചോദിച്ചേ, നിങ്ങളുടെ ജീവിത പങ്കാളിയോട് ഹൃദയത്തിനകത്തുനിന്ന് ഒരു ബഹുമാനം ഉണ്ടെങ്കിൽ, ഒരു ആദരവുണ്ടെങ്കിൽ, ഒരു നന്ദി ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. മരിച്ചിട്ടല്ല ആരെയും ബഹുമാനിക്കേണ്ടത്. ബഹുമാനിക്കുക. നോക്കൂ, പരസ്പരം ബഹുമാനിക്കുക. ഒരു കാര്യം, ബഹുമാനത്തിൻ്റെ ഓപ്പോസിറ്റാണ് നിന്നെന്ന് പറയുന്നത്. ആരും ആരെയും എന്ത് ചെയ്യാൻ പാടില്ല? നിന്ദിക്കാൻ പാടില്ല. ഒരു പക്ഷേ നിങ്ങൾ കാണുന്ന സ്ത്രീകളുടെ അത്രയോ, നിങ്ങളുടെ സഹോദരൻ്റെ അത്രയോ, അമ്മയുടെ അത്രയോ കഴിവില്ലാത്തൊരു പെൺകുട്ടിയായിരിക്കാം നിൻ്റെ ഭാര്യയായിട്ട് വന്നത്. അവളെ നിങ്ങൾ വീട്ടിൽ നിന്ദിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ആ പെണ്ണ് കരഞ്ഞാൽ ആ വീടിന് ഭയങ്കര ശാപ.
ഞാൻ ഒരു കള്ളം പറയല്ല, ഒരു കുഴപ്പമില്ലാതെ പുത്തൻ വീട് വിണ്ട് കീറുക. അപ്പോൾ അതിന് കോൺക്രീറ്റ് എല്ലാം ഇവിടെ നല്ല വീട് വിണ്ട് കീറും. ഞാനത് പ്രാർത്ഥിച്ചപ്പം കർത്താവ് എനിക്ക് തന്നൊരു ഉത്തരവുണ്ട്, കോൺക്രീറ്റുകാരൻ്റെ കുഴപ്പം കൊണ്ടല്ല ഇത് വിണ്ട് കീറുന്നത്. കണ്ണീര് വീണാൽ വീടിന് പോലും താങ്ങാനൊക്കത്തില്ല. കണ്ണീര് വീഴാൻ തുടങ്ങിയാൽ കോൺക്രീറ്റ് കെട്ടിടത്തിന് പോലും അത് താങ്ങാനൊക്കത്തില്ല. നിന്നയുടെ കണ്ണീര് കൊണ്ട് ആരെയും കണ്ണീര് വീഴാൻ ഇടയാകരുത്. നോക്കണം, നിന്ദിക്കാത്ത വീടായിരിക്കണം. നിങ്ങളുടെ ഭർത്താവ് ഇച്ചിരി ബലഹീനാണോ, പക്ഷേ അയാളെ നിങ്ങൾ നിന്ദിക്കാതിരുന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കാനായിട്ട് തുടങ്ങും. നിന്നയില്ലാത്തൊരു വീട്, ആരും ആരെയും നിന്ദിക്കരുത്. വൃദ്ധ മാതാപിതാക്കളെ ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല. അവിടെ എങ്ങാനും കണ്ണീരിന് സൾഫ്യൂരിക് ആസിഡ് അതെങ്ങാനും വീണുണ്ടല്ലോ, ടൈല് വരെ ഇളകിപ്പോകും. അത്ര വലിയ സംഭവമാണ്. അതുകൊണ്ട് പ്രായമുള്ളവരുടെ കണ്ണീര് വീഴരുത്. വല്ലാതെ വേദനിച്ച് ഒരു കണ്ണീരും നമ്മുടെ വീട്ടിൽ വീഴാൻ ഇടയാകരുത്. ഇന്ന് രാത്രി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് നിന്ദിക്കാത്ത, ആരെയും വേദനിപ്പിക്കാത്ത ഒരു ജീവിതത്തിൻ്റെ ഉടമയാക്കി എന്നെ മാറ്റണമേ. അങ്ങനെ ഒരു വീട്ടിലാണ് ആര് ജനിച്ചത്? യേശു കർത്താവ് ജനിച്ചത്. അടുത്തൊരു വാക്യം എന്നെ ധ്യാനിപ്പിച്ചു. 52-ാമത്തെ വാക്യം, യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും കൃപയിൽ എന്ത് ചെയ്തു വന്നു? മുതിർന്നു വന്നു. ഉറക്കെ പറഞ്ഞേ, ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും കൃപ. മക്കളെല്ലാവരും ഉറക്കെ പറഞ്ഞേ മക്കളെ, ദൈവത്തിൻ്റെ കൃപ, മനുഷ്യൻ്റെ കൃപ. ഉറക്കെ പറഞ്ഞേ, കൃപ, പിന്നെ മനുഷ്യൻ്റെ കൃപ. ഒന്നുകൂടെ പറഞ്ഞേ, ദൈവത്തിൻ്റെ കൃപ, മനുഷ്യൻ്റെ കൃപ. അപ്പം വളരണമെങ്കിൽ 2 കൃപകൾ വേണം. ഒന്ന് ദൈവത്തിൻ്റെ കൃപ, അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. രണ്ടാമത്തെ അനുഗ്രഹം ആരുടെയാണെന്നറിയാമോ? അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം വേണം. അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം ഇല്ലാത്ത ഒരു മക്കൾക്കും നല്ല ഭാവി ഉണ്ടാകില്ല. അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം വേണം. അതാണ് ദൈവത്തിൻ്റെ കൃപ. 2 ആരുടെ കൃപ? മനുഷ്യരുടെ കൃപ. ആരുടെയൊക്കെ അനുഗ്രഹം വേണം? നിങ്ങളെ വളർത്തിയ മാതാപിതാക്കളുടെ അനുഗ്രഹം ഹൃദയം നിറഞ്ഞ് മേടിക്കാൻ കഴിയണം. പ്രത്യേകിച്ച് അവിടെ വാർദ്ധക്യ സമയങ്ങളിൽ ഈ അനുഗ്രഹം കിട്ടിയെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അത് മേടിക്കാൻ മത്സരിച്ചോണം. അപ്പൻ്റെ അമ്മയുടെ എന്ത് വേണം? അനുഗ്രഹം വേണം. നിങ്ങൾ വൃദ്ധ മാതാപിതാക്കളുടെ അനുഗ്രഹം, പ്രിയരെ, വൃദ്ധ മാതാപിതാക്കളുടെ അനുഗ്രഹം. നല്ല വീടുകളിലൊക്കെ ചെന്നിട്ടുള്ള അനുഭവങ്ങളാണ്. അച്ഛൻ്റെ വയറങ്ങ് ഒട്ടിക്കിടക്കുക, തളർന്ന് കിടക്കുക, അന്നാ വാരി കൊടുക്കാമെന്നൊക്കെ വെച്ച് ഇതെന്താന്നൊക്കെ നോക്കി ചെന്നപ്പം പറയുക, അങ്ങനെ ഒന്നും ഒത്തിരി കൊടുക്കണ്ട. എന്താ കാര്യം? പുള്ളിക്കിപ്പം ഭയങ്കര വിശപ്പാന്നേ, കിടപ്പിലാണെങ്കിലും വിശപ്പാണ്. ഒത്തിരി കഴിച്ചാലേ നിറച്ചു കൊടുത്ത ഒരു കുഴപ്പമുണ്ട്, ഇരിക്കുന്നിരപ്പി വയറ്റിൽ നിന്ന് അതുപോലെ അങ്ങ് പോകും. പിന്നെ ഇത് കഴുകിയെടുക്കാൻ വലിയ പാടല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരിയെ കൊടുക്കത്തുള്ളൂ. അതാകുമ്പോൾ ഇച്ചിരിയെ പോകത്തുള്ളൂ. വയറ് വിശന്ന് കിടക്കുക, അവിടെ ഒരിക്കലും എന്ത് കിട്ടത്തില്ല? അനുഗ്രഹം കിട്ടത്തില്ല. കണ്ട കാര്യമാണ്, അറിയാതെ അവർ പറഞ്ഞും പോയൊരു കാര്യം. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ടൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ഡയപ്പറിനൊക്കെ എന്തൊരു വിലയാണ്. അതുകൊണ്ട് ഇതൊന്നും മേടിക്കാനും ഒക്കത്തില്ലെന്നേ. അതുകൊണ്ട് വയറ് നിറച്ച് കൊടുക്കാതെ ഇട്ടേക്കുക. തമ്പുരാനെ, അനുഗ്രഹം കിട്ടണമെങ്കിൽ ഒരു വഴിയുണ്ട്. ഇസാക്ക് വിളിക്കുക, യേശാവോട് പറയുന്നുണ്ട്, നീ എനിക്ക് വല്ലതും നിറച്ചു താടാ, ഞാൻ നിന്നെ ഒന്ന് അനുഗ്രഹിക്കട്ടെ. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകണമ്പം തന്നെ നമ്മുടെ മനുഷ്യൻ്റെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. മനസ്സിലാക്കുന്നവർ കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ, ദൈവമേ, ആ മനുഷ്യൻ്റെ അനുഗ്രഹം. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ നിറഞ്ഞ കണ്ണുകളോടുകൂടുള്ള ഹൃദയം നിറഞ്ഞ അനുഗ്രഹം നിനക്ക് കിട്ടിയോ? നീ രക്ഷപ്പെടും. എവിടെ പോയാലും രക്ഷപ്പെടും. നിങ്ങളുടെ അപ്പച്ചൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയ കൊച്ചുമക്കളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഒരു വല്യപ്പൻ്റെ അനുഗ്രഹം കിട്ടിയ ഒരു കൊച്ചുമോനാണ് ഞാൻ ഒരിക്കലും പറയത്തില്ല. അനുഗ്രഹം കിട്ടിയോ ഭയങ്കര അനുഗ്രഹമായിരിക്കും. അപ്പം അതിന് മനുഷ്യൻ്റെ അനുഗ്രഹം വേണം. ഗൗരവമായിട്ട് പറഞ്ഞേ, ആരുടെ അനുഗ്രഹം വേണം? മനുഷ്യൻ്റെ അനുഗ്രഹം വേണം. ഉറക്കെ പറഞ്ഞേ, മനുഷ്യൻ്റെ അനുഗ്രഹം. നിങ്ങളെ ജനിച്ചു വളർത്തിയോടെ അനുഗ്രഹം വേണം. വേണ്ടേ പ്രിയരെ? വേണം. അതൊരനുഗ്രഹമാണോ? ആണ്. മരുമക്കളെ, അപ്പച്ചൻ്റെ അമ്മച്ചയുടെ അനുഗ്രഹം കിട്ടിയോ നിങ്ങൾ രക്ഷപ്പെടും. കാരണം എന്നറിയാമോ? കാലം അങ്ങ് കഴിയും, നിങ്ങളും നാളെ വലുതാകും, മക്കൾ വലുതാകും. ഈ മക്കളിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മുടെ മേൽ സ്ഥായിയായൊരു അനുഗ്രഹം വേണം. അനുഗ്രഹം അത് ഞാൻ പഠിച്ച ഒരു വലിയ ഗൗരവമായൊരു കാര്യമുണ്ട്. ജീവിതം പഠിപ്പിച്ച ഒരു പാഠം. ആ പാഠം ഇതാണ്: എൻ്റെ പൊന്നു മക്കളെ, മണ്ണ് തെറിപ്പിക്കില്ലടാ, നിനക്ക് അലർജി ഉണ്ടാകും. എൻ്റെ മക്കളെ, മണ്ണിട്ട് തെറിപ്പിക്കില്ല മക്കളെ, ആ കാലെല്ലാം അഴുക്കായി. പറഞ്ഞിട്ട് കാര്യമില്ല, പൈതൽ വളർന്നു. ഞാനെന്നറിഞ്ഞു മക്കളെ, നിങ്ങളുടെ സ്വഭാവം കൊണ്ട്. പക്ഷെ അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആ ചേട്ടനക്ക് ദേഹത്തോട്ടാണ് തെറിക്കുന്നത് കേട്ടോ. എൻ്റെ ചക്കരക്കൊട്ടന്മാരല്ലേ, കാലടങ്ങിയിരിക്കത്തില്ലടാ, എന്തോ ചെയ്യാൻ. അടങ്ങിയിരിക്കുക, കാലെന്ന് പ്രാർത്ഥിച്ചാൽ അതൊക്കെ അടങ്ങിയിരുന്നു പോയെങ്കിൽ എന്തൊരു ദോഷമാണ്. അതുകൊണ്ട് ഒന്നും പറ്റരുത്. അതുകൊണ്ട് തമ്പുരാനെ എൻ്റെ കുഞ്ഞു മക്കളെല്ലാം നന്നായിട്ടിരുന്നേ. സ്തോത്രം. ആ പൊടിയെല്ലാം കൂടെ തെറിപ്പിച്ച് ആ ചേട്ടായിയുടെ ദേഹം മുഴുവൻ പാൻ്റയിലോട്ട് തെറിപ്പിക്കുക.
അവൻ്റെ കാലെല്ലാം അഴുക്കായി. ഇനി അതെങ്ങനെ കഴുകിയെടുക്കും മക്കളെ? കഴുകിയിട്ട് രാത്രി കിടക്കാവേ കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് കാല് കഴുകണേ. ഓക്കെ. അപ്പം എന്നെ ശ്രദ്ധിച്ച് പൊടി പറക്കുന്നു. അപ്പം എവിടെ വന്നത്? അപ്പോൾ അനുഗ്രഹം എന്ന് പറയുന്നത് ഭയങ്കര എന്നെ ജീവിതം പഠിപ്പിച്ചൊരു പാഠം. ഞാനത് ഒത്തിരി അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അപ്പം മരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അപ്പം കൂടെ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പയുടെ പോക്കറ്റിൽ ഒരു ജുബായും എൻ്റെ അപ്പൻ ഒരു സീനിയർ പാസ്റ്ററായിരുന്നു. ജയ്സൺ പാസ്റ്ററൊക്കെ ചോദിച്ചാൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഒരു സീനിയർ പാസ്റ്ററാണ്. ജയമൻ പാസ്റ്ററൊക്കെ അറിയാം. അപ്പോൾ അപ്പം സാധാരണ എല്ലാവരും ബഹുമാനിക്കുന്ന കാര്യമാണ്. അപ്പം ജുബായ എടുത്തുള്ളൂ, രച്ചതല. അതിനകത്ത് ഈ പപ്പയുടെ ഒരു പെട്ടെന്ന് ഓർക്കാൻ ജുബായുടെ ഒരു പോക്കറ്റ് ഒരു പേഴ്സ്. എൻ്റെ പൊന്നെ, ആ പേഴ്സിൽ എപ്പോഴും 1,00,000 രൂപയെ കുറയത്തില്ല. അത് എവിടെ വെക്കുമെന്ന് അറിയത്തില്ല, പക്ഷേ അതിനകത്ത് പൈസ കാണും. പൈസ എടുത്തോ പൈസ എന്നറിയാം. അക്ഷയപാത്രം എന്നൊക്കെ പറയുന്ന പോലെ. അപ്പം നിവൃത്തികേടെന്നൊക്കെ അപ്പോഴും 500 രൂപ ചോദിച്ചാൽ അപ്പം പറയും അവിടെ പൈസ തരാം. പക്ഷേ ഒരു കാര്യം, ഇതെങ്ങനെ നിറഞ്ഞിരിക്കുന്നോട് അറിയണം. നിൻ്റെയൊന്നും പോക്കറ്റിൽ പൈസ ഇല്ലാത്ത എന്തുകൊണ്ടാണ്? എൻ്റെ പോക്കറ്റിൽ പൈസ എന്തുകൊണ്ടാണ്? അപ്പം പറഞ്ഞു. അപ്പം മിലിറ്ററിയിൽ നിന്ന് വന്നിട്ട് ആ സമയത്ത് അപ്പയുടെ PF കിട്ടി. ആ PF കിട്ടിയ മുഴുവൻ പൈസയും ഒരു പുരുഷായുസിൻ്റെ അധ്വാനം. അന്നത്തെ കാലത്ത് 30,000 അതെനിക്കറിയില്ല ആ തുക. വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം. 68 എങ്ങാണ്ട് സംഭവം, 75 എങ്ങാണ്ട് സംഭവം. എനിവേ ആ പൈസ മുഴുവൻ കൊണ്ടുവന്ന് അപ്പച്ചൻ്റെ കയ്യിൽ കൊടുത്തിട്ട് കിടന്നുറങ്ങി. രാവിലെ ഒരിടത്ത് പോകണം, മൂത്ത പെങ്ങടെ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പ പോകാൻ നിൽക്കുക. അപ്പം അപ്പച്ചൻ ചോദിച്ചു, ഇവനെന്താണ് ഈ പോകാൻ നിൽക്കുന്നതിൻ്റെ? അമ്മയോട് ചോദിച്ചു, നേരത്തെ പോകാൻ പറ. അപ്പോൾ അമ്മ പറഞ്ഞു, പോകാത്തതിനൊരു കാരണമുണ്ട്, അപ്പയുടെ കൈ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പോകാഞ്ഞ്. അപ്പോൾ അപ്പച്ചൻ ചോദിച്ചു, ഇത് തന്നെടാ ഇവൻ്റെ പൈസ ഇല്ല, ഒരു ആയുസ് മുഴുവൻ അധ്വാനിച്ചിട്ട് വന്നവൻ്റെ 10 പൈസ ഇല്ലായി, എന്തിടാ പൈസ ഇല്ലേ? അണ്ണാ അപ്പ പറഞ്ഞു, ഇല്ല ചായ, അതെന്നാ പൈസ മുഴുവൻ ഞാൻ അപ്പച്ചൻ്റെ തന്നിട്ടാണ് കിടന്നത്, അതുകൊണ്ട് ഇനി എൻ്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞു. എൻ്റെ അപ്പച്ചൻ്റെ ചങ്ക് പൊട്ടി. അപ്പച്ചൻ വെല്ലുവായി കരഞ്ഞിട്ട് ഒരു പേഴ്സ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നിൻ്റെ ജീവകാലത്ത് ഇതിനകത്തൊന്നും പൈസ കുറയത്തില്ലെന്ന് പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു. ആ പേഴ്സിൽ ജീവകാലത്ത് പൈസ കുറഞ്ഞിട്ടില്ല. അതിനകത്ത് പൈസയായിരുന്നു, എപ്പോഴും പൈസയായിരുന്നു. ആൾക്കാരെ പറയില്ല, അറിയാവുന്നതൊക്കെ ചോദിച്ചു. അതിനകത്ത് പൈസ ഉണ്ടായിരുന്നു. തീർന്നാൽ അന്ന് വരും. സന്ധ്യയ്ക്ക് 7 മണിക്ക് അത് തീർത്താൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് പേഴ്സ് നിറഞ്ഞിട്ട് കിടക്കത്തുള്ളായിരുന്നു. അതായിരുന്നു അപ്പയുടെ ചരിത്രം. അപ്പം മരിക്കാൻ നേരത്ത് ഐസി കയറിയപ്പോൾ ഈ പേഴ്സ് ഞാൻ എടുത്ത് തീർത്തുകയും ചെയ്തു. നമ്മുടെ വന്നാൽ പിന്നെ എങ്ങനെ തീരുമെന്ന് ഓർത്താണ്. തീർന്നു. പിന്നെ പൈസയൊന്നും ഇല്ലായിരിക്കുക. അപ്പോൾ ഈ പപ്പ തെക്കൻ നാട്ടിലെ പാഷായിരുന്നു. അവിടുന്ന് 2 ബസ് ആൾക്കാർ കാണാൻ വന്നു. പാഷ ഷിബു മാത്യുവിൻ്റെ നേതൃത്വത്തിൽ. ഞങ്ങളുടെ പിള്ളേരാണ്. അവരെല്ലാം വന്നു അപ്പച്ചനെ കാണാൻ വന്നപ്പോൾ അപ്പ ICU കയറി. ഇവർ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു വരുമെന്ന്. അപ്പോൾ ഇവർക്കുള്ള ഫുഡും എല്ലാം ക്രമീകരിച്ച് വെച്ചേക്കുക. പക്ഷേ ഇവർ വന്നപ്പോഴത്തേന് ICUലായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പൾസ് കുറയാണ്, ഇനി ഇറക്കാൻ ഒക്കത്തില്ല. അപ്പോൾ എൻ്റെ ഭാര്യ എന്ന് ഡോക്ടറോട് സംസാരിച്ച് പറഞ്ഞു, ഡോക്ടറെ ഇറക്കണം, അപ്പയുടെ ആഗ്രഹമാണ് അവരെ കാണണം. അപ്പോൾ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്ത്, നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ഇറക്കാം. ഓക്കെ, ഞങ്ങൾ എഴുതി വെച്ച് ഞങ്ങളുടെ സ്വന്തം റിസ്കിൽ ഇറക്കുന്നു. അങ്ങനെ എല്ലാം ഡിസ്കണക്ട് ചെയ്തൊരു വീൽ ചെയറെ കൊണ്ടുവന്ന് ഈ ICUവിന് പുറത്ത് മുറ്റത്ത് കൊണ്ടുവന്ന്, ആശുപത്രി മുറ്റത്ത്. ഒരു ഭയങ്കര സംഭവം. ആശുപത്രി മുറ്റത്ത് 10-75 പേരും കൂടെ ചുറ്റും നിന്നു. പെട്ടെന്ന് ദൈവദാസം പാടാൻ തുടങ്ങി, ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ. അതൊരു ആരാധനയായിട്ട് മാറി. ആശുപത്രിക്കാരെല്ലാം നോക്കി നിൽക്കുക. എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ചെന്ന് ഈ അപ്പച്ചനെടുക്കുക പ്രാർത്ഥിച്ചു. എല്ലാവരും കൊണ്ടുവന്ന് കാണിക്ക കൊടുത്തു. കാണിക്ക എല്ലാം മേടിച്ച് ഈ പോക്കറ്റ് വെച്ചിട്ട് ഇങ്ങനെ ICU തിരിച്ചു കയറി. രാത്രി 1 മണിയായപ്പോൾ എൻ്റെ ഭാര്യ കയറിയിട്ട് ചോദിച്ചു, പപ്പേ ആ പൈസ എന്തിനാ ICU എടുത്തോട്ടെ? വേണ്ടടി, അതേ എൻ്റെ പോക്കറ്റ് ഇരിക്കട്ടെ, നിങ്ങൾ പൊക്കോളം പറഞ്ഞു. നേരം വെളുത്ത് എൻ്റെ അപ്പം മരിക്കുമ്പോൾ ഞാൻ അടുത്ത് ഇപ്പുണ്ട്, തപ്പിത്തൂത്ത്. അപ്പം മരിക്കുകയല്ലേ, തൂത്തപ്പം ഈ പോക്കറ്റിൽ കൈ തടഞ്ഞു. അപ്പം മരിച്ചു. ഞാൻ ഈ പൈസ എടുത്ത് പോക്കറ്റ് വെച്ചു. എന്നിട്ട് മോർച്ചറി കൊണ്ട് ബോഡി വെച്ചു. ഓഫീസിൽ വന്ന് ചോദിച്ചു, എത്ര രൂപയായി ബില്ല്? അവർ പറഞ്ഞു 12,000 രൂപയായെന്ന് പറഞ്ഞു. ഞാൻ ഈ പോക്കറ്റിലെ പൈസ എണ്ണി നോക്കിയപ്പോൾ കൃത്യം ഓഫീസ് ബില്ല് അടയ്ക്കാനുള്ള പൈസ, കൃത്യം പൈസ. 1 രൂപ കൂടുതലുമില്ല, 1 രൂപ കുറവില്ല. അപ്പം എനിക്കൊരു കാര്യം പിടികിട്ടി, അപ്പൻ്റെ അനുഗ്രഹമാണ്. നിൻ്റെ ജീവകാലത്ത് നിൻ്റെ പേഴ്സിൽ നിന്ന് പൈസ പോകത്തില്ല. ഓഫീസിൽ അടയ്ക്കാനുള്ള പൈസ വരെ പോക്കറ്റ് ഇട്ടിട്ട് ICU കിടന്ന് മരിക്കുക. അപ്പൻ്റെ അനുഗ്രഹം. ഇന്ന് രാത്രി ചോദിച്ചോട്ടെ, ഹൃദയം നിറഞ്ഞ് നിൻ്റെ അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും കേട്ടോ. ശാപം മേടിച്ച് കേട്ടല്ലേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവസന്ധി ഏറ്റു പറയണേ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം വേണം, വൃദ്ധരുടെ അനുഗ്രഹം വേണം, പ്രായമുള്ളവരുടെ അനുഗ്രഹം വേണം. നരച്ച തല, ശോഭയുള്ള കിരീട. നിങ്ങൾ ചില പ്രായമുള്ളവരൊക്കെ ഒന്ന് കയ്യെ പിടിച്ച് അപ്പുറത്തൊന്ന് കൊണ്ടുവിട്ടേ. വണ്ടി ഒന്ന് ക്രോസ് ചെയ്യുമ്പോൾ
അപ്പം നിങ്ങൾ ചോദിക്കും ഇതാണോ പ്രസംഗിക്കുന്നത്? ഞാൻ ഇതെല്ലാവരും പ്രസംഗിക്കത്തില്ലായിരിക്കും. അപ്പോൾ എനിക്ക് ഹൃദയം നിറഞ്ഞ് തോന്നിയിട്ടുണ്ട്. ഞാനൊരു ദൈവദാസനെ ഒരു യോഗം കഴിഞ്ഞ് നിൽക്കുകയാണ്. ആ പഴയൊരു അപ്പച്ചൻ, പക്ഷേ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം ഓടിപ്പോയി, ആരും ശ്രദ്ധിക്കുന്നില്ല. ഈ സ്റ്റേജിൽ നിന്ന് അപ്പച്ചനെ ഞാൻ കയ്യെ പിടിച്ച് കൊണ്ടുവന്ന് വണ്ടിയെ കയറ്റി വിട്ടു. അപ്പോൾ അപ്പച്ചൻ എന്നോട് അവിടെ നിന്നുകൊണ്ട് പറയുക, കുഞ്ഞേ ആരും ശ്രദ്ധിച്ചില്ല, നീ അല്ല എന്നെ പിടിച്ചോണ്ട് വന്നേ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കടാ. എൻ്റെ അകത്ത് ഒരു ഭയങ്കര മഞ്ഞ് വീണു. ആ ഒരു അനുഗ്രഹമാണ്. വൃദ്ധൻ്റെ അനുഗ്രഹം കിട്ടിയാൽ നമ്മൾ രക്ഷ കിട്ടും. പക്ഷെ വൃദ്ധൻ്റെ കണ്ണീര് വീഴരുത്. പഠിപ്പിച്ച സാറുമാരെ ഒരിക്കലും അവിടെ കണ്ണീര് വീഴാൻ ഇടയാകരുത്. സർവോപരി നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളെ വളർത്തിയ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവദാസന്മാരുടെ കണ്ണീര് വീഴാതെ പ്രാർത്ഥിക്കണം. അതിന് പകരം അവരുടെ അനുഗ്രഹം മേടിച്ചാൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പം നിങ്ങൾ ഓർക്കും ഈ ദൈവദാസന്മാരെന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെ നടത്തിയവരെ എന്ത് ചെയ്യണം? ഓർക്കണം. അതിൻ്റെ 13-ാം അധ്യായം തുടർന്ന് പോകുമ്പോൾ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം കാണുന്നുണ്ട്, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യണം? കീഴ്പ്പെട്ടിരിക്കണം. അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. അത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തണം. അല്ല ഞാൻ നിങ്ങൾക്ക് എന്തല്ല നന്നല്ല. ഈ വാക്കെന്നെ വാദിപ്പിച്ചു. അവർ ഞരങ്ങിക്കൊണ്ട് ചെയ്യരുത്. പിന്നെ എന്ത് ചെയ്യണം? ഒരിക്കലും ദൈവദാസന്മാരുടെ കണ്ണീര് വീഴരുത്. ചിലപ്പം നമുക്ക് ഭയങ്കര മിടുക്കൊക്കെ കൂടുമ്പോൾ, ഞാൻ ഒരു പ്രസ്ഥാനത്തിൽ വളർന്നവനാണ്. ഒരു പക്ഷേ 5 വൻകരെ പോയി ഞാൻ പ്രസംഗിച്ചാലും ഞാൻ പഠിക്കുകയും ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ ലോക്കൽ സഭയുടെ പാസ്റ്ററെക്കാട്ടിയും വലിയവനല്ല. ഞാൻ ചിലപ്പോൾ ലോകമറിയുന്നൊരു ദൈവദാസനാണെങ്കിലും, ഞാനൊരു പ്രാദേശിക സഭയുടെ അംഗമാണെങ്കിൽ എൻ്റെ മേൽ അതികർത്തൃത്വമുള്ളത് എൻ്റെ ദൈവദാസനാണ്. അതാണ് അതിൻ്റെ സത്യം. ആ സത്യം വിശ്വസിക്കുന്നവരൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്ത്. അപ്പം നോക്കുക, നിങ്ങളെ നടത്തുന്നവർ അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു? ജാഗരിച്ചിരിക്കുന്നു. അത് അവരൊരിക്കലും എങ്ങനെ ചെയ്യാൻ പാടില്ല? ഞരങ്ങാൻ പാടില്ല. ഉറക്കെ പറഞ്ഞേ, ഞരങ്ങാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്? ഞരങ്ങാൻ പാടില്ല. ഞാൻ ഈ യാത്രകളിൽ ഒത്തിരി സ്ഥലങ്ങളിൽ താമസിച്ചു. പ്രായമുള്ള ദൈവദാസന്മാർ താമസിക്കുന്ന പാസ്റ്റേജുകളിൽ താമസിക്കുമ്പോൾ പാതിരാത്രികളിലൊക്കെ കരച്ചിൽ കേട്ട് ഞാൻ ഉണർന്നിട്ടുണ്ട്. എന്താ ശബ്ദം? അടുത്ത മുറിയിൽ നിന്ന് തേങ്ങൽ ഉയരുന്ന കാണാം. യാമങ്ങളിൽ എഴുന്നേറ്റിട്ട് തൻ്റെ സഭയിലുള്ള ഓരോ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്തദാസന്മാർ. അപ്പം നിങ്ങൾ പറയും, പാസ്റ്റർമാരെല്ലാവരും കൈ നനയാതെ മീൻ പിടിക്കുന്നവരാ. അല്ല പ്രിയരെ, ആരെക്കാട്ടിലും കൂടുതൽ ഞങ്ങൾ അധ്വാനിക്കുന്നവരാ. എനിക്ക് ഈ യോശുവയുടെയൊക്കെ പുസ്തകത്തിലെ ഒരു വാക്യമില്ലേ, പെട്ടകം എടുത്തുകൊണ്ട് പുരോഹിതന്മാർ വരുന്നു, അവരുടെ കാല് വെള്ളത്തിൽ ചവിട്ടിയുള്ള യോർദാൻ രണ്ടായിട്ട് പിരിഞ്ഞു. അപ്പം നമുക്കൊരു അത്ഭുതം തോന്നും. അയ്യോ, ഞാനിത് പ്രസംഗിക്കുമായിരുന്നു, യോർദാൻ പിരിഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി പിരിയാൻ പോവുകയാണ്, നിൻ്റെ മുമ്പിരിക്കുന്ന യോർദാൻ സ്റ്റെപ്പ് എടുക്കൂ. പക്ഷെ എനിക്കിപ്പോൾ അത് പറയാൻ പേടിയാണ്. കാരണം ഈ പെട്ടകം എടുത്തുകൊണ്ട് വന്ന പുരോഹിതന്മാർ ആദ്യമായിട്ട് ഇറങ്ങുമ്പം യോർദാൻ കരകവിഞ്ഞ് എന്ത് ചെയ്യും? ഒഴുകും. കരകവിഞ്ഞൊഴുകുന്ന ആറ്റിറങ്ങാനൊക്കത്തില്ലേ? പമ്പയാറ്റിൽ ഇപ്പോഴും ഇറങ്ങാനൊക്കത്തില്ല. നിങ്ങൾക്കറിയാം, പമ്പയാറിൻ്റെ വെള്ളം കുറഞ്ഞു. കാരണം എവിടെയാണ് ഈ ചള്ള കിടക്കുന്ന അറിയത്തില്ല. അതാണ് പമ്പയാറിൻ്റെ പ്രശ്നം. അന്ന് രാത്രി വെള്ളത്തിൽ പോയ ഒരു സഹോദരനെ ഇന്ന് വരെ കിട്ടിയിട്ടില്ല. കാരണം ആറിൻ്റെ ഗതി മാറി, ആറിൻ്റെ സ്വഭാവം മാറി. പണ്ട് എത്ര പോയാലും 3-ാം ദിവസം അല്ലെങ്കിൽ കണക്കുണ്ട്, 5-ാം ദിവസം അങ്ങേയറ്റ 7-ാം ദിവസം പൊങ്ങിയിരിക്കും. 3, 5, 7 ഒറ്റസംഖ്യയുടെ കണക്കാണ് പഴമക്കാർ പറയുന്നത്. പക്ഷേ ഇന്ന് ഇതെല്ലാം പ്രതീക്ഷയും കളന്നിട്ടും പൊങ്ങിയില്ല. ചള്ളക്കകത്ത് പൊന്തിയതായിരിക്കാം. അതും എവിടെയാണ് ചള്ളയെന്നറിയത്തില്ല. പക്ഷേ ഇവർക്ക് ഇറങ്ങാതിരിക്കാൻ ഒക്കത്തില്ല. ആദ്യമായിട്ട് ഈ പുരോഹിതന്മാർ ഇറങ്ങുമ്പോൾ ഉറപ്പുണ്ടോ ഇത് 2ആയിട്ട് മാറുമെന്ന്? ഇല്ല, 2ഉം കൽപ്പിച്ച് ഇറങ്ങി. കാരണം ഇത്രയും ജനത്തിന് വേറെ വഴിയില്ല. പുരോഹിതനെ ഇറങ്ങി. അപ്പം ഞാൻ പറയും, തിരിഞ്ഞു നോക്കി കാണും, കൊച്ച് അപ്പയുടെ പോ അപ്പേ. ഇനിയും ഒന്നുകൂടെ വിളി കേട്ട് തിരിഞ്ഞു നോക്കിയാൽ പെട്ടകം കിട്ടിയിട്ട് അതിൻ്റെ പുറകെ പോകും. അതുകൊണ്ട് കണ്ടും പൂട്ടി പാസ്റ്റർ ഒരു ഇറങ്ങിക്കഴിഞ്ഞപ്പം എല്ലാവരും അക്കരെ കയറിയപ്പോഴും ഒരാൾ നടുക്ക് നിൽപ്പുണ്ട്. ആരാ? പുരോഹിതൻ. പിന്നെ എവിടെ നിന്നു എന്നാണ് വായിക്കുന്നത്? പെട്ടകം എടുത്തോണ്ട് എവിടെ നിന്നു? നടുക്ക് നിന്നു. എല്ലാവരും അക്കരെ കയറാൻ വേണ്ടി. എല്ലാവരും അക്കരെ കയറിയപ്പോഴും ഒരാൾ നടുക്ക് നിൽക്കുക. അക്കരെ കയറി കഴിഞ്ഞപ്പം ഞാൻ പറയട്ടെ, ലക്ഷക്കണക്കിന് ആൾക്കാരാ. എല്ലാവരും ചെന്ന് പിന്നെ ടെൻ്റ് അടിക്കുക. അന്നത്തെ കാലം നൊമാഡ്സ് അല്ലേ, ഇങ്ങനെ യാത്ര ചെയ്യുക. അപ്പോൾ അവരെന്ത് ചെയ്തു? പ്രയാണം ചെയ്യുന്നവർ അവർ ടെൻ്റൊക്കെ വെടിച്ച് കാണും, കിടക്കാൻ തുടങ്ങി കാണും. കുടുംബമായിട്ട് കഞ്ഞിയൊക്കെ വെക്കുന്നു, കിടക്കാൻ തുടങ്ങുന്നു. അപ്പം ഭാര്യ മക്കളെ ഉറക്കി കാണും. അമ്മ
എന്നിട്ട് അച്ചാണ്ടെന്ന് പറഞ്ഞു, മനുഷ്യ വന്ന് കിടക്ക്. അപ്പം അവരുറങ്ങാൻ പോവുക, വിളക്കൊക്കെ അണയ്ക്കുന്നു, കിടക്കാൻ പോകുന്നു. അപ്പം കൊച്ചൊരു ചോദ്യം ചോദിച്ചു, മമ്മി 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 പാർശ്വങ്ങൾ എന്ത് ചെയ്യും മമ്മി? അപ്പം മമ്മി പറഞ്ഞു, മോനി കിടക്കാൻ നേരത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ബാബു. കൊച്ചെല്ലാവരും ഉറങ്ങി, എല്ലാവരും ഉറങ്ങി. പക്ഷെ ഒറ്റ വീടിന് ഉറങ്ങാൻ ഒക്കുന്നില്ല. ഏത് വീടിനാ? പുരോഹിതൻ്റെ വീട്. എന്താ കാര്യം? ഇങ്ങനെ കയറാതെ അവർക്ക് ഉറങ്ങാനൊക്കോ? ആ വിളക്ക് അണയണമെങ്കിൽ ഇനിയും കുറേ നേരം കൂടെ എടുക്കും. അപ്പം ദേശം അറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഈ പാസന്മാരെ നിന്നയായിരിക്കാം, പക്ഷെ ഞങ്ങൾ വിളക്കണയാൻ താമസിക്കുന്നവരാ. ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ ചെമ്പഴന്തിയിലാണ് ശുശ്രൂഷിക്കുന്നതെങ്കിൽ ഈ ഗ്രാമത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കും ദൈവദാസന്മാർ. പ്രിയരെ, കല്ലെറിയാൻ വരുന്നതിന് മുമ്പ്, കൈ നനയാതെ മീൻ പിടിക്കുന്നവരെന്ന് പറയുന്നതിന് മുമ്പ്, അടിക്കാൻ കൈ നോക്കുന്നതിന് മുമ്പ്, ജാതിമത ഭേദമന്യേ എവിടെയാണോ അവിടെയുള്ള ഓരോ വീടുകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കൂട്ടരാണ് ദൈവദാസന്മാർ. അങ്ങനെ അല്ലാത്ത കുറേ പേര് കാണുമായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, അതൊരു മൈനോരിറ്റിയാണ്. ഭൂരിപക്ഷം പേരും കഴിച്ചിട്ട് കിടക്കുന്നവരല്ല. അവർ പലരും ഉപവസിക്കുന്നവരാ. അവർ ദേശത്തിന് വേണ്ടിയും ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയും ജാഗരിക്കുന്നവരാ. ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ജാഗരിച്ചിട്ടുള്ള നിങ്ങളുടെ ദൈവദാസൻ്റെ അനുഗ്രഹം ഹൃദയം നിറഞ്ഞ് നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഭയങ്കര അനുഗ്രഹം ഉണ്ടാകും. രാത്രി മനസ്സിലാകുന്നവരൊക്കെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച്, കർത്താവേ എല്ലാവരുടെയും അനുഗ്രഹങ്ങളാൽ ഈ ഒരു CSI പള്ളിയുടെ അടുത്തല്ലേ പട്ടക്കാരൊക്കെ ഉള്ള വീട്. പക്ഷെ പട്ടക്കാരുടെ ആണെങ്കിലും പള്ളിക്കാരെ ശാപം മേടിച്ച് വെക്കരുതേ. എന്താ കാര്യം? അവരുടെ അനുഗ്രഹ കർത്തൃത്വത്തിൻ്റെ കീഴിൽ നമ്മളായിരിക്കുമ്പോൾ, ഞാനൊരു പൗരോഹിത്യ മേധാവിത്വം ഇന്നുകൊണ്ട് പറയുന്നതല്ല, പക്ഷേ അതൊരു പരമമായ യാഥാർത്ഥ്യമാണ്. ഇന്ന് രാത്രി നിൻ്റെ മേൽ എന്തെങ്കിലും അനുഗ്രഹങ്ങളുണ്ടെങ്കിൽ സ്തോത്രം. പക്ഷേ തിരിച്ച് ഏതെങ്കിലും ദൈവദാസൻ്റെ ശാപം പിടിച്ച് നെഞ്ചു പൊട്ടിയൊരു വാക്ക് നിങ്ങളുടെ വീട്ടിൽ കിടപ്പുണ്ടെങ്കിൽ, അങ്ങനെ മരിച്ചിട്ടില്ലെങ്കിൽ പോയി ഏറ്റു പറഞ്ഞോണം. അങ്ങനെ മരിച്ചിട്ടില്ലെങ്കിൽ പോയി ഏറ്റു പറയണം. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ മരിച്ചിട്ടില്ലെങ്കിൽ ഏറ്റു പറയണം. മരിച്ചു പോയെങ്കിൽ ദൈവത്തോട് ഏറ്റു പറഞ്ഞ് കരുണയും ക്ഷമയും പ്രാപിക്കണം. സത്യമാണ് നിങ്ങൾ പറയുന്നത്, ഞങ്ങൾക്കത് മനസ്സിലായി ഭാഷയെന്ന്. ആമേൻ പറയാൻ ഒക്കുന്നവർ ഒന്ന് ആമേൻ പറയാമോ? ഇത് പറഞ്ഞത് സത്യമാണ്. ആമേൻ പറയാൻ എനിക്കത് സത്യമായിട്ട് തോന്നുന്നു. അത് സത്യമായൊരു കാര്യം, ആ അനുഗ്രഹം ഒരു അനുഗ്രഹമാണ് എന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒരു അമ്മയും പറഞ്ഞ് നോക്കൂ. ദൈവദാസന്മാരുടെ അനുഗ്രഹം. അപ്പം 2 അനുഗ്രഹങ്ങൾ നമുക്ക് വേണം. ഒന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം, മറ്റൊന്ന് മനുഷ്യൻ്റെ അനുഗ്രഹം വേണം. അങ്ങനെ ഒരു പ്രാർത്ഥനാ അന്തരീക്ഷത്തിലാണ് ആര് വളരുന്നത്? കർത്താവ് വളരുന്നത്. ഇത്രയപ്പോൾ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറയാം. നോക്കൂ, അവർ ആരെയും കുറ്റം പുറത്ത് പറയാത്ത വീട്. നിൻ്റെ പങ്കാളിയുടെ കുറ്റം നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു ദോഷം ഉണ്ടാകും. നിങ്ങളുടെ പങ്കാളികളുടെ കുറ്റം പറയരുത്. നിങ്ങളുടെ വീടിൻ്റെ കുറ്റം നിങ്ങൾ ആരോടും പറയരുത്. നിങ്ങൾക്ക് കുറ്റമില്ലാത്ത വീടുണ്ടോ? ഇല്ല. പിന്നെ എടുത്ത വായിൽ അടിച്ച് പറയരുത്. എനിക്കൊരു വലിയ ചിന്ത വേദപുസ്തകത്തിന് കിട്ടി. ഇതാണ് യാക്കോബിൻ്റെ അനുഭവമാണ്. യാക്കോബ് അറിയാമല്ലോ, ആരാണ്? അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. ക്രൈസ്തവർക്ക് എല്ലാവർക്കും ആരെ അറിയാം? യാക്കോബ്. ഈ യാക്കോബിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. ആരുടെ വീട്ടിൽ വെച്ചാൽ? ലാബാൻ്റെ വീട്ടിൽ വെച്ച്. അങ്ങനെ യാക്കോബ് പോയിട്ട് ഓടിപ്പോകുന്നു. ചരിത്രം ഒന്നും എല്ലാം അറിയാമെന്ന്. ലാബാൻ്റെ വീട്ടിൽ ചെന്നു. ഈ ലാബാൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ രസമുണ്ടായി. അവിടെ അവൻ ഈ കിണറ്റിൻകര വെച്ചൊരു പെണ്ണിനെ കണ്ടു. അവിടെ പേരെന്താ? സുന്ദരി ഒരു കൊച്ചായിരുന്നു. അമ്മാച്ചൻ്റെ മോളാ. അവിടെ പേരെന്നാ? റാഹേലിനെ കണ്ടു. അങ്ങനെ ലാബാൻ ചോദിച്ചു, നീ വെറുതെ അധ്വാനിക്കണ്ട, നിനക്ക് എന്തോ വേണം? അന്നേരം തൊട്ട് മനസ്സിരുന്ന പെണ്ണിൻ്റെ പേര് പറഞ്ഞു. അവിടെ പേരെന്താ? റാഹേൽ. അവളെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ റാഹേൽ യാക്കോബ് പറഞ്ഞു, ശരി, ചുമ്മാ തരത്തില്ല, നീ 7 വർഷം എന്നെ എന്ത് ചെയ്യണം? സേവിക്കാൻ പറഞ്ഞു. 7 വർഷം സേവിച്ചു. 7 വർഷം സേവിച്ച് കഴിഞ്ഞപ്പം കല്യാണം കഴിച്ചു. പക്ഷെ രാത്രിയിൽ അറിഞ്ഞു ഇതാരല്ല, റാഹേലല്ല. ആരായിരുന്നു? ലേയായിരുന്നു. എന്തോ ചെയ്യും? അപ്പം ലാബാണ്ട് ചോദിച്ചു, നീ എന്നെ എന്തിനാ ചതിച്ചെന്ന്. പക്ഷേ ചതിച്ചതിനൊരു കാര്യമുണ്ട്. അതിൻ്റെ 2-3 അധ്യായം മുമ്പ് അവൻ അപ്പൻ്റെ അടുക്ക ചെന്ന് പറഞ്ഞു, നീ ഏശാവാണോ? ഞാൻ ഏശാവ് തന്നെ. ഈ കണ്ണുപൊട്ടനായ അപ്പനെ ആര് ചതിച്ചു? യാക്കോബ് ചോദിച്ചു. പൊട്ടനെ ചട്ടൻ ചതിച്ച ചട്ടനെ ദൈവം ചതിക്കും, അങ്ങനല്ലേ? അത് കിട്ടിയില്ലേ? കിട്ടി. അപ്പനെ ചതിച്ചു. അപ്പനെ ചതിച്ചവനെ ആര് ചതിച്ചു? അമ്മായിപ്പൻ ചതിച്ചു. നിങ്ങളുടെ അമ്മായിപ്പന് പിണക്കാണെങ്കിൽ നിങ്ങളുടെ അപ്പനെ ചതിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ അമ്മായിപ്പൻ നിങ്ങളെ ചതിച്ചത്. അപ്പോൾ അമ്മായിപ്പൻ ചതിച്ചു. അമ്മായിപ്പൻ ചതിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പനെ ചതിച്ചതല്ലേ? അമ്മായിപ്പൻ ചതിച്ചു. അപ്പോൾ അമ്മായിപ്പൻ ചതിച്ചപ്പോൾ പറഞ്ഞു, ഇനി എന്തോ ചെയ്യും? അപ്പം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, തന്നേക്കാം. എത്ര വർഷം കൂടെ സേവിച്ചു? 7 വർഷം കൂടെ. അങ്ങനെ 7 വർഷം കൂടെ സേവിച്ചു. അപ്പോൾ 7 എത്രയായി? 14. ഷൂന്നാണ് ഈ സമയം പോകുന്നത്. കാരണം ഈ യാക്കോബിന് ആരെ ഇഷ്ടമായിരുന്നു? റാഹേലിനെ. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളിങ്ങനെ സമയം എണ്ണി ജീവിക്കത്തില്ല. കല്യാണം എന്ന് തീരും എൻ്റെ കഷ്ടം ഇന്നീ മണ്ണിലെന്ന് പാടുന്നവർക്ക് സ്നേഹം ഇല്ലാത്തതുകൊണ്ടാണ്. സ്നേഹം ഉണ്ടെങ്കിൽ ഈ ജീവിതം പോകുന്നത് അറിയത്തില്ല.
അങ്ങനെ എന്നത് ഈ ഇന്നയോ എൻ്റെ കർത്താവെ എന്നെ അങ്ങ് എടുത്തോണേ എന്ന് പറയുന്നവർക്കൊന്നും സ്നേഹമില്ല. ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത് ദീർഘായുസ്, ജീവിക്കാൻ കൊതി വേണം, ജീവിച്ച കൊതി തീരരുത്. സ്നേഹമുണ്ടോ ഈ ലോകവും മോശമൊന്നും അല്ല. അങ്ങേക്കര പോകരുന്നല്ല, അങ്ങേക്കര നമ്മുടെ കരയാണ്, അവിടെയാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. അപ്പോഴും സ്വന്തം ഭാര്യ സ്നേഹം ഉണ്ടെങ്കിൽ എന്ന് തീരും എൻ്റെ കഷ്ടം ഇന്നീ മണ്ണിലൊന്നും ജീവിക്കത്തില്ല. ഏത് കഷ്ടം ഉണ്ടെങ്കിൽ അവളോടൊപ്പം ജീവിച്ചാൽ എന്തൊരു സന്തോഷമാണ്. ആ കഷ്ടമെല്ലാം മറക്കത്തില്ലേ, അവിടെ ഒരു ധൈര്യമല്ലേ. പക്ഷേ എന്ത് കുറയും, സ്നേഹം കുറയുമ്പോൾ എണ്ണി എണ്ണി ജീവിക്കാൻ തുടങ്ങും. കല്യാണം കഴിച്ചിട്ട് 12 വർഷമായി, കർത്താവേ ജീവപര്യന്തം പോലും 12 ഉള്ളല്ലോ, അത് കഴിഞ്ഞിട്ടിരിക്കുകയാണല്ലോ. അങ്ങനൊന്നും പറയരുത്. എന്ത് ചെയ്യണം? സ്നേഹം 14 വർഷം ശൂന്ന് പോയി. 14 വർഷം ശൂന്ന് പോയി കഴിഞ്ഞപ്പം പിന്നെ കാലം മുമ്പോട്ട് പോയി, മക്കളൊക്കെ ഉണ്ടായി. ഈ മക്കളും റാഹേലും ലേവയും എല്ലാം ആയിട്ട് പോയി. അവിടെയാണ് വാക്കിൻ്റെ പ്രത്യേകത. തിരിച്ചു പോയി കഴിഞ്ഞ് ഈ റാഹേൽ ഒരു സൂത്രം എടുത്തുകൊണ്ട് പോയി. എന്തെടുത്തുകൊണ്ട് പോയത്? അപ്പൻ്റെ എന്തെടുത്തുകൊണ്ട് പോയി? ഗ്രഹമുമ്പ് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ആര് പുറകെ വന്നു? ലാബാൻ പുറകെ വന്നു. അറിയാമല്ലോ ഈ സംഭവം. ലാബാൻ പുറകെ വന്നിട്ട് ചോദിച്ചു, ആരാണ് എൻ്റെ ഗ്രഹമുമ്പ് എടുത്തുകൊണ്ട് പോയത്? അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഈ കുലദൈവങ്ങളുണ്ട്, അതാണ് ഐശ്വര്യം കൊടുക്കുക എന്നുള്ള വിശ്വാസം. തൻ്റെ ഐശ്വര്യം നഷ്ടപ്പെടും ഈ ബിംബങ്ങൾ ഈ ഗ്രഹബിംബങ്ങൾ പോയാൽ. അതുകൊണ്ട് ഇയാൾ പോടി വന്നിട്ട് അവരുടെ ഗ്രഹമുമ്പ് ആരാ എടുത്തെന്ന് ചോദിച്ചു. അപ്പോൾ യാക്കോബിന് ഇത് അറിയത്തില്ല ആരെടുത്തെന്ന്, റാഹേല് എടുത്തെന്ന്. എപ്പോഴും ഓർത്തണം, അച്ചായനോട് പറയാതെ ഒരു കാര്യം അടിച്ചു മാറ്റിയാൽ പോലും ആരോട് പറയണമായിരുന്നു? പോയിക്കൊണ്ട് പോയിക്കെങ്കിലും അച്ചായോട് പറഞ്ഞായിരുന്നു ഈ കുഴപ്പമുണ്ടാകത്തില്ലായിരുന്നു. അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് അച്ചായോട് പറഞ്ഞില്ല. അപ്പോൾ അച്ചായോട് ചോദിച്ചു, ആരാന്ന് ചോദിച്ചപ്പോൾ അച്ചായൻ യാക്കോബ് ഒറ്റ അടിക്ക് പറഞ്ഞു, ആരുടെ കയ്യിലാണോ ഗ്രഹബിംബം ആ ആൾ എന്ത് ചെയ്ത് പോട്ടെ, ചത്തുപോട്ടെന്ന് പറഞ്ഞു. ഒറ്റയടി. എന്ത് പോയിട്ടെന്ന് പറഞ്ഞു? ചത്തുപോട്ടെന്ന് പറഞ്ഞു. ചത്തുപോട്ടെന്ന് ഈ ശരിക്കും റാഹേലിൻ്റെ കയ്യിലാണ് ഇതെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ യാക്കോബ് പറയുമായിരുന്നു? ഇല്ല. ലേയുടെ കയ്യിലായിരുന്നെങ്കിൽ പറഞ്ഞേനെ, കാരണം അവൾ പൊക്കോട്ടെന്ന് പുള്ളിക്ക് ആഗ്രഹമാണ്. പക്ഷെ ഒരിക്കലും ആരാന്നേ പറയത്തില്ല, റാഹേലാന്നേ പറയത്തില്ല. എടുത്ത ഭായി പറഞ്ഞു അവൾ ചത്തുപോട്ടെന്ന് പറഞ്ഞു. 2-3 അധ്യായം മുമ്പോട്ട് പോയപ്പോൾ ഞാൻ ഒരു കാഴ്ച കണ്ടു. റാഹേൽ പ്രസവിച്ചു, ബെനോനി എന്ന് പേരിട്ടു. ഉടനെ ആര് ചത്തുപോയി? റാഹേൽ ചത്തുപോയി. ഈ റാഹേൽ ചത്തുപോകാൻ കാര്യം ആരുടെ വാക്കാ? യാക്കോവിൻ്റെ വാക്കാ. ഇതെന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്. നമ്മുടെ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ പൊന്നച്ചാച്ചന്മാരെ, ഞാൻ നിങ്ങളുടെ കയ്യേക്കാലെ പിടിച്ച് പറയുക, ഈ പെണ്ണുമ്പിള്ള ചത്തുപൊട്ടെന്ന് പറയരുത്. ഇവർ ചത്തുപോയാൽ നിങ്ങൾ എന്തോ ചെയ്യും? നിങ്ങൾ ചത്തു എന്ന് പറഞ്ഞാൽ ഇവർ തൊലഞ്ഞു പോട്ടെ അവളെന്ന് പറഞ്ഞാൽ അവൾ തങ്ങ് തൊലഞ്ഞു പോയാൽ നിങ്ങളെന്തോ ചെയ്യും? ഒരിക്കലും പ്രാർത്ഥിച്ചോണേ, ഭാര്യ ഇരുന്നിട്ട് ഭർത്താവ് പോയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഭാര്യ പോയിട്ട് നമ്മളിരിക്കരുത്. വലിയ കാര്യം. ഞാൻ ഭാര്യ പോയിട്ട് നമ്മളിരുന്ന എന്തോ ചെയ്യും? എൻ്റെ ഭാര്യ 2 ദിവസം ആശുപത്രി കിടന്നു. അപ്പം ഞാൻ ഇളയ കൊച്ചിനെയും കൊണ്ട് യോഗത്തിന് പോയി. യോഗത്തിനിടയ്ക്ക് ഇവൻ എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, പപ്പ എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു. ഞാനെന്തോ ചെയ്യാനാ? അപ്പം ഞാൻ ഒരു പാട്ട് പാടി ഇവനെ കൊണ്ട് വന്നപ്പോൾ ഒരു അമ്മച്ചി പറഞ്ഞു, പാസ് കയറിപ്പോ, ഞങ്ങൾ വിടില്ലേ, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, വേണ്ട, പണിയിരിക്കട്ടെ, ഞാൻ പപ്പ തന്നെ എന്നെ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ അവൾ ചത്തുപോലെ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവർ ജീവിച്ചത്. എൻ്റെ അപ്പം ഭയങ്കര ധൈര്യശാലിയായിരുന്നു. കുഞ്ഞിനെ ഞങ്ങൾ കയ്യെ പിടിച്ച് പറഞ്ഞു, എൻ്റെ പൊന്നപ്പ പോലെ. അപ്പം എല്ലാവരും പോഴി എന്ന് പറഞ്ഞിട്ട് ധൈര്യമായിട്ട് പോയി അവിടെ ഇരുന്നു. ഇവിടെ വരികയാണ്. ഞാൻ കണ്ണിൽ കണ്ടൊരു കാഴ്ചയുണ്ട്. കാലും വെച്ചൊരു കൈക്കോടാലി എടുത്തു വെച്ച് അവിടെ ഇരുന്നു. ഈ വന്നവരാരും നോക്കി പോലും ഇല്ല. അപ്പോൾ ഇമ്മിണി ഊരാണോ ആ മനുഷ്യന്? ഭയങ്കര ഊര്. പക്ഷേ 2010 എൻ്റെ അമ്മ മരിച്ചു. അതിൽ പിന്നെ കട്ടിലെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായിരുന്നു. അപ്പോൾ ഏത് മിടുക്ക് ആരാണ്? ഭാര്യയാണ്. ഇവർ തമ്മി എന്ന് അടിയുണ്ടാക്കി മാറിക്കിടക്കുമായിരുന്നു. പക്ഷേ ചത്തുപോയപ്പോൾ പിന്നെ കിടക്കാൻ പേടിയായിരുന്നു. അപ്പം എനിക്കൊരു കാര്യം പിടികിട്ടി, എല്ലാ ആണുങ്ങളുടെയും ബലം ആരാ? പെണ്ണുങ്ങളാണ്. അപ്പോൾ ഇതുങ്ങളെ നോക്കി പ്രാഗിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് ഏറ്റു പറയണം. രണ്ടാമത്തെ കാര്യം, എൻ്റെ പൊന്നു സൗകര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ തല തെറിച്ച് പോട്ടെന്ന് പറഞ്ഞു പോയെങ്കിൽ അയാളുടെ തല തെറിച്ച് പോയാൽ നിങ്ങളെ പിള്ളേരിട്ട് വട്ടുതട്ടും. അങ്ങനെയുള്ളത് കൊണ്ട് അപ്പം നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റു പറ. ഇനി മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്. ഈ പൗലോസ് കാരാഗ്രഹപ്രമാണം പറയുന്നൊരു വാക്കുണ്ട്, നീ നിനക്ക് തന്നെ എന്ത് ചെയ്യരുത്? ദോഷം ചെയ്യരുത്. ഇന്ന് രാത്രി പറയട്ടെ, നമ്മൾ ഈ വാക്കുകളുടെ ശക്തിയെക്കുറിച്ചൊക്കെ പഠിക്കുകയാണ്. നീ നിനക്കെതിരെ ദോഷം ചെയ്തിട്ടുണ്ടോ? എൻ്റെ കർത്താവേ, ഞാനങ്ങ് ഇല്ലാതായിപ്പോയാ എൻ്റെ ദൈവമേ സമാധാനമാകുമല്ലോ, ഞാനങ്ങ് ഇല്ലാതായിപ്പോയി. എന്നിട്ട് ഇല്ലാതാക്കാൻ ഇപ്പോൾ ഒരു അസുഖമൊക്കെ വന്ന് കയറിയേക്കുക. അപ്പം പറയാം, നാട്ടുകാർ കൂടോത്രം ചെയ്തിട്ടാണ് ഉണ്ടായത്. പ്രിയരെ, കൂടോത്രം ചെയ്തിട്ടൊന്നും അല്ല അസുഖം വന്നത്. അങ്ങനെ ആരും കൂടോത്രം ചെയ്യത്തില്ല. എന്നാ കാര്യം എന്നറിയാമോ? ലോക്കൽ കൂടോത്രക്കാരന് വരെ ചുമ്മാ ചെയ്യുമോ? 10,000 രൂപ കൊടുക്കണ്ടേ? അത്രയും കാശ് നിങ്ങൾക്ക് വേണ്ടി അവർ മുടക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് ഇതെല്ലാം ഉണ്ടായത്? ഈ വേണ്ടാത്ത ഇരുന്ന് പറയുന്നതുകൊണ്ടാണ് ഈ രോഗമൊക്കെ വരുന്നത്. ഈ ചില പിള്ളേർ പറയും, ഈ നശിച്ച വീട് അങ്ങ് പോയായിരുന്നെങ്കിൽ ആ വീടിൻ്റെ അതിൻ്റെ മൊത്തം വിള്ളല നോക്കിക്കോ.
മൊത്തം വെള്ളമല്ല. ഇപ്പം മൊത്തം വെള്ളം താഴോട്ടിറങ്ങുക. എന്താ കാര്യം? പ്രാകുന്നോണ്ടാ. അനുഗ്രഹിച്ചതൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഒരു കാര്യം ഓർത്തോണേ, ഇന്ന് രാത്രി എന്തെങ്കിലും നിനക്കോ നിൻ്റെ പങ്കാളിക്കോ എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ദൈവമേ, എന്നെ സഹായിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വായിലൂടെ വന്ന ദോഷങ്ങളിൽ നിന്ന് എന്നെ വിടിവിക്കണമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ ഭയങ്കര ശക്തി, കഴുകൽ നമ്മുടെ വീടുകളിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങും. എല്ലാവരും ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിച്ച് വളരെ ഗൗരവമായി കർത്താവ് എന്നെ ഓർപ്പിച്ച പ്രധാനപ്പെട്ട കുടുംബ ചിന്തകളെ ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചുകൊണ്ട് ഒറ്റ വാക്ക്. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ആര് ജനിച്ചത്? യേശു കർത്താവ് ജനിച്ചത്. നോക്കൂ, ഒന്നുകൂടെ പെട്ടെന്ന് പറയാം. ആരാധന മുടക്കാത്ത വീട്, വചനം ധ്യാനിക്കുന്ന വീട്, ദൈവഗീതത്തിന് സമർപ്പിച്ച വീട്, അയൽബന്ധമുള്ള വീട്, എത്ര പ്രകോപനം ഉണ്ടായാലും മോശപ്പെട്ട ഒരു വാക്ക് പറയാത്ത വീട്. അടുത്തത് പരസ്പരം ബഹുമാനിച്ച ഒരു വീട്, സർവോപരി പ്രിയമുള്ളവരുടെ മനുഷ്യൻ്റെ അനുഗ്രഹം പ്രാപിച്ച ഒരു വീട്. അങ്ങനെ ഒരു വീട്ടിലാണ് ആര് ജനിക്കുന്നത്? യേശു കർത്താവ് ജനിക്കുന്നത്. ഇന്ന് രാത്രി ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കുക. വേഗത്തിൽ മുമ്പോട്ട് പോട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാമത് അധ്യായത്തിൽ യേശു പ്രാർത്ഥിക്കുകയാണ്. 3-ാം അധ്യായം മുതൽ യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ കാണുന്നുണ്ട്. 3-ാമത് അധ്യായത്തിൽ യേശു പ്രാർത്ഥിക്കുമ്പോൾ സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം എന്ത് ചെയ്തു? തുറന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പറയുന്നു. എന്നാൽ അതിനിടയ്ക്ക് യേശു പ്രാർത്ഥിച്ച 3-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നു, 5-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നു, 6-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നു, 9-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നു, 11-ാം അധ്യായത്തിൽ യേശു കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുന്നു, 18-ാമത് അധ്യായത്തിൽ യേശു കർത്താവ് പറയുന്നു മടുത്തു പോകാതെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. 19-ാമത് അധ്യായത്തിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നു, പഠിപ്പിക്കുന്നു, എൻ്റെ ആലയം എന്തെന്ന് വിളിക്കപ്പെടണം? പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടണം. അതെല്ലാം വിട്ടിട്ട് 21-ാമത് അധ്യായത്തിൽ യേശു കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്. ഈ സംഭവിപ്പാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകേണ്ടതിനും അന്ത്യകാലത്തെ ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് 21-ാമത് അധ്യായത്തിൽ പറയുന്നു. 21-ാമത് അധ്യായം 20 നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. എന്നിട്ട് പറയുന്നു അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ലൂക്കോസ് അങ്ങനെ വായിച്ചു വരണം. 1-ാം അധ്യായം മുതൽ ഈ പ്രാർത്ഥനാ അന്തരീക്ഷം, പ്രാർത്ഥിക്കുന്ന യേശുവിനെ, പ്രാർത്ഥനയുടെ സുവിശേഷമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം. അപ്പം ആ സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ്. 21-ാമത് അധ്യായത്തിൽ കാണുന്നു നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട്. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞ് 3 ട്രാപ്പുകളാണ് മനുഷ്യൻ ഇന്നുണ്ടായേക്കുന്നത്. 1 അതിഭക്ഷണം, 2 മദ്യപാനം, 3 ഉപജീവന ചിന്ത. ഉറക്കെ പറഞ്ഞേ, മറക്കരുത്. അതിഭക്ഷണം, മദ്യപാനം, ഉപജീവനം. ഇത് സാർവത്രികമായ പ്രതിഭാസമാണ്. പണ്ട് നമ്മളെല്ലാവരും പട്ടിണി കൊണ്ട് മരിച്ചെങ്കിൽ ഇന്നത്തെ പട്ടിണി ഇല്ലെന്നല്ല പറയുക, പട്ടിണി ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം പട്ടിണിയല്ല, എന്താണ്? അതിഭക്ഷണമാണ്, അല്ലേ? അതിഭക്ഷണം കൊണ്ട് മരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും 2 മദ്യപാനത്താലും. മദ്യപാനിക്കുന്നവൻ്റെ ശരാശരി പ്രായം 21, 18, 17, ഇപ്പം എത്തി നിൽക്കുന്നത് 13 ആണ്. 13കാരൻ മദ്യപിക്കുന്നു. 13 പറയുമ്പോൾ എത്ര വയസ്സായി? 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചൻ്റെ കയ്യിൽ ബിയർ കുപ്പി കിട്ടുമെന്ന് കേൾക്കുമ്പോൾ ഇച്ചിരി പേടിച്ചോണം. അതിനെ പിന്നെയും പേടിക്കാം. പക്ഷേ അതിലും വലിയൊരു അപകടം ഇന്ന് വന്നിരിക്കുന്നു. എന്താണെന്നറിയാമോ? കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അമിതമായ ഉപയോഗം. ഞാൻ റാന്നിക്കാരനായതുകൊണ്ട് പറയും, ഇടുക്കിയിലൊക്കെ വിളയുന്ന പല കഞ്ചാവുകളുടെയും വലിയൊരു കുത്തക വ്യാപാരമായിട്ട് റാന്നിയൊക്കെ മാറിക്കൊണ്ടിരിക്കുക. റാന്നി എന്നല്ല, പല സ്ഥലങ്ങളിൽ. വേറെ പേടിക്കേണ്ട ഒരു കാര്യം, ഇവർ പലരും നോട്ടമിടുന്ന ആരെയാണ്? കൊച്ചു മക്കളെയാണ്. മദ്യപിച്ചതൊക്കെ പെട്ടെന്നറിയായിരുന്നു. ഒന്ന് കുടിച്ചു, അവൻ ഛർദ്ദിച്ച്, അവൻ്റെ ഇടപാട് തെറ്റി, അവനെ അമ്മ എടുത്തിട്ട് അറിഞ്ഞ് ചിലർ അതുകൊണ്ടുകൂടി എന്ത് ചെയ്യും? രക്ഷപ്പെടും. പക്ഷേ ഈ കഞ്ചാവ് വലിക്കാൻ തുടങ്ങിയാൽ പെട്ടെന്ന് അറിയത്തില്ല. ഒരു കുറേ നാൾ കഴിഞ്ഞേ അറിയത്തുള്ളൂ. പിന്നെ ഇവനിത് അപ്പം ഈ പഞ്ചാബ് സിഗരറ്റിൻ്റെയൊക്കെ പാക്കറ്റിനകത്തോട്ട് അതിൻ്റെ പഫ് കുത്തിക്കളഞ്ഞ് കഞ്ചാവ് കയറ്റി വെച്ചിട്ട് പിള്ളേരെ നിർബന്ധിച്ച് സിഗരറ്റ് വലിപ്പിക്കുന്ന ലാഘവത്തോടെ വലിക്കുമ്പോൾ അതിനകത്ത് കഞ്ചാവ് ഉണ്ടെങ്കിൽ 2 വട്ടം വലിച്ചാൽ പിന്നെ അവൻ തപ്പിപ്പൊക്കോളും. പൊക്കോളും. പിന്നെ അവൻ കാരിയേഴ്സായിട്ട് മാറും. ഇതൊരു ഭയങ്കര വിഷയമാണ്. ഞാൻ അങ്ങനെയുള്ള പല കുട്ടികളെയും കാണുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഭയങ്കര ഭാഗ്യം. എത്ര വലിയതാണേലും പുറത്തു കൊണ്ടുവരാൻ ഭയങ്കര ട്രാപ്പാണ്. അതൊരു വലിയ വിഷയം. മദ്യപാനം, ലഹരി. പക്ഷേ ആ ലഹരി പോലെ തന്നെ ഇന്ന് മനുഷ്യനെ അഡിക്റ്റ് ആക്കുന്ന മറ്റൊരിതാണ്, ഏറ്റവും വലിയ ലഹരിയാണ് മൊബൈലിൻ്റെ അമിതമായ ഉപയോഗം. മദ്യപൻ്റെ കയ്യിൽ രാവിലെ കുപ്പി കിട്ടിയില്ലെങ്കിൽ അവനെ കിടന്ന് എന്ത് ചെയ്യും? വിറയ്ക്കും. അവൻ വയലൻ്റ് ആവും. ഈ വയലൻ്റ് ആവും. നിങ്ങൾക്ക് നോക്കിയോ, നിങ്ങളുടെ കൊച്ചൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ആ രാത്രി ഫോൺ എടുത്തൊന്ന് മാറ്റി വെച്ച് രാവിലെ എഴുന്നേറ്റ് അവൻ പൂട്ടി വെക്കാം. ധൈര്യമുണ്ടോ? പ്രത്യേകിച്ച് അച്ചായം വീട്ടിയില്ലെങ്കിൽ അതൊന്ന് പൂട്ടി വെക്കാവും. ഞെക്കിക്കൊന്ന് അവൻ എടുത്തോട്ട് പോകും.
എന്താ കാര്യം? ചവിട്ടി പൊട്ടിക്കുവൻ. അത്രയും പൈസക്ക് മതി. വരുന്നുണ്ടോ ചോദിക്കും. ഇടയ്ക്കിടയ്ക്ക് രാവിലെ കോള് വന്നു. ഞാനിങ്ങനെയുള്ള ഒത്തിരി പേരെ പിടിച്ച് കെട്ടിയിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഒരു അമ്മ വിളിച്ച് ഓടി വാ. എന്താ കാര്യം എന്നറിയാം? ഈ ചെറുക്കൻ ആരാണ്ട് പെണ്ണിനോട് ചാറ്റ് ചെയ്തപ്പോൾ അമ്മ എടുത്ത് ഒറ്റ ഏറ് വെച്ച് കൊടുത്തു. ഇവൻ രാവിലെ വീട് തല്ലി പൊട്ടിക്കുകയാണ്. അവസാനം പിടിച്ച് കെട്ടുന്ന ഒരു എങ്ങനെയെല്ലാം ഭ്രാന്താകും അതുപോലെ കളിക്കുന്നു. എന്താ കാര്യം? ലഹരി, അഡിക്ഷൻ, ഭയങ്കര വല്ലാത്തൊരു അഡിക്ഷനിലേക്ക് പോവുകയാണ് മൊബൈൽ. ഈ മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇപ്പോഴിരിക്കുന്നില്ല. ആർക്കും ആരോട് എന്ത് ചെയ്യണ്ട, മിണ്ടണ്ട. ആരോടെങ്കിലും മിണ്ടോ? എന്നെ ഉണ്ടാ മോനെ വിശേഷം? ഒന്നുമില്ല. പിന്നെ ഇതിനകത്തിരിക്കുക. ഏതാണ്ട് അവൻ ആരോടോ സംസാരിക്കുക. എനിക്ക് ഇടയ്ക്കൊരു രസം, ഒരു കുഞ്ഞ് കരഞ്ഞോണ്ടെന്ന് പറയാം, ഈ അച്ചായൻ അഡിക്റ്റാ ഫോണിന്. ആ അച്ചായൻ സ്വന്തം മോക്ക് അടുത്ത മുറി ഇരുന്നുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ മെസ്സേജ് അയച്ചു. എന്നിട്ട് ആ കൊച്ചണ്ട് പറഞ്ഞു, എന്നോടൊന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അതിന് പോലും അയാൾ വാ വിളിക്കത്തില്ല. അയാൾ അയക്കുക ആരോട്? ഇതുകൊണ്ട് വലിയ അപകടമുണ്ട്. ആരെയും ഫേസ് ചെയ്യാനൊക്കത്തില്ല. പിള്ളേർ ചെസ്സ് കളിക്കും, പന്ത് കളിക്കും. എവിടാ? പന്ത് കളിക്കുന്നതും ചെസ്സ് കളിക്കുന്നതും എല്ലാം എവിടാ? മൊബൈലിലാണ്. എന്താ അർത്ഥം എന്നറിയാം? ഒന്ന്, കൈ ബലമില്ല. രണ്ട്, ചെസ്സ് കളിച്ചാൽ തോക്കും. ഇവിടെ കളിച്ചാൽ തോൽവിയില്ലല്ലോ. മനുഷ്യനോട് തോക്കാൻ അവർക്ക് പേടിയാണ്. അതുകൊണ്ട് മനുഷ്യനെ ഫേസ് ചെയ്യാത്തൊരു തലത്തിലേക്ക് പോകുന്നു. പിന്നെ കുറേ ഈയിടയ്ക്ക് എനിക്കൊരു ഒരു അറിവ് കിട്ടും. കുറേ നാളിങ്ങനെ നോക്കിയിരുന്ന ഒരു കുഴപ്പം പറ്റും. ഈ പെടലി ഇങ്ങനെ ഒടിഞ്ഞു പോകും. ഈ പെടലി ഇങ്ങനെ ഒടിഞ്ഞു പോയാൽ പിന്നെ പെടലി പൊങ്ങത്തില്ല. അതിപ്പോൾ യൂറോപ്പിലൊക്കെ തുടങ്ങിയെന്ന്. ഈ പെടലി പെടലി ഇങ്ങനെ ഒടിഞ്ഞു പോകും. അപ്പോൾ ആ ചിന്തകൻ പറഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെ ഒടിഞ്ഞു പോയാൽ നാളെ അവന് നിരാശ ഉണ്ടായാൽ തൂങ്ങിച്ചാകാൻ പോലും ഇവനെ കൊള്ളത്തില്ല. കാരണം ഈ കഴുത്തൊന്ന് കയറ്റി വെക്കണ്ടേ, എന്നാലിലേക്ക് ചാകാനൊക്കത്തുള്ളൂ. അതുപോലെ ഗതികളിലേക്ക് പോകും. എന്താ കാര്യം? നിങ്ങളുടെ അതിഭക്ഷണവും മദ്യപാനം. മൂന്നാമത്തെ കാര്യം, നാളെക്കുറിച്ച് ചിന്ത. ഇതെല്ലാം വന്നിട്ട് ഈ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരും. ഏത് ദിവസവും. എന്നിട്ട് പറയാണ്, ഈ സംഭവിപ്പാനുള്ളതെല്ലാം എന്ത് ചെയ്യണം? ഒഴിഞ്ഞു പോകണം. ഉറക്കെ പറഞ്ഞ്, ഈ സംഭവിപ്പാനുള്ളതെല്ലാം എന്ത് ചെയ്യണം? ഒഴിഞ്ഞു പോകണം. എൻ്റെ പ്രിയരെ, ഒഴിഞ്ഞു പോകണം. ഇതാണ് ദൈവമക്കളുടെ പ്രാർത്ഥന. ഈ കൺവെൻഷനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരിക്കാം. നിങ്ങൾക്ക് ഈ ശബ്ദം കേൾക്കുമ്പോൾ ചുമ്മാ ബഹളമായിട്ട് തോന്നും. ഞാനിന്ന് രാത്രി വലിയ ബഹളമൊന്നും വെക്കാതെ സംസാരിക്കുന്നു. എന്നാൽ ഈ കൺവെൻഷനുകളെ നിങ്ങൾ ബഹളമായിട്ടൊക്കെ കാണുന്നവരെ, ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇവിടെ മാത്രമല്ല, ഈ ശബ്ദ പരിധിക്കകത്തുള്ള പല കുടുംബങ്ങളിൽ നിന്നും ദുരന്തങ്ങളെ ഒഴിച്ചുവിടാൻ കെൽപ്പുള്ള ദൈവപ്രവൃത്തിയാണ് ഈ പ്രാർത്ഥനയെ വെളിപ്പെടുന്നത്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ. ഞാൻ പലയിടത്ത് പ്രസംഗിച്ചിട്ട് പോന്നു കഴിഞ്ഞുണ്ടായിട്ടുണ്ട്. അവർ ഇതേ വചനം പ്രസംഗിച്ചിട്ട് പോന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, പിറ്റേ ദിവസം ആന മതവിളകി, പക്ഷെ മരണങ്ങൾ മാറിപ്പോയി. സംഘർഷങ്ങളുണ്ടായി, കത്തിക്കുത്തി മരണങ്ങൾ മാറിപ്പോയി. എന്താ കാര്യം? ഒഴിച്ചു വിടുന്ന ഒന്നാണ് ദൈവമക്കളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇന്ന് രാത്രി കരമുയർത്തി ദൈവത്തിനോടൊന്ന് പ്രാർത്ഥിച്ച്, ഈ സംഭവിപ്പാനുള്ളതെല്ലാം എന്ത് ചെയ്യണം? ഒഴിഞ്ഞു പോകണം. ഉറക്കെ പറഞ്ഞ്, ഈ സംഭവിപ്പാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകണം. ഇതെൻ്റെ ഒരു ഭയങ്കര അനുഭവമാണ്. അതുകൊണ്ട് എന്നോട് കർത്താവ് പറഞ്ഞത് എനിക്ക് പറയാതിരിക്കാനൊക്കെ, ഞാൻ ദൈവമക്കളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ പ്രാർത്ഥനയും മടുപ്പില്ലാതെ പോരാടണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവികതമല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഒഴിഞ്ഞു പോകും. എൻ്റെ ഒരു വലിയ അനുഭവം, പല അനുഭവങ്ങളിൽ പ്രധാനപ്പെട്ട ഒത്തിരി, ഒരു 100ഓളം അനുഭവങ്ങൾ എനിക്ക് എണ്ണി പറയാം. എന്നാൽ ഏറ്റവും അടുത്തിടെ ഉണ്ടായ കൃത്യം 1.25 വർഷം, ഏതാണ്ട് 1-2 വർഷം ആകുന്നു, അതിനു മുമ്പുണ്ടായൊരു സംഭവം. ഈ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ രാവിലെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഈ വാക്യം വായിക്കണം, നിനക്കുള്ള ദൂതാന്ന് പറഞ്ഞു. ഞാനത് വായിച്ചു കഴിഞ്ഞപ്പം കർത്താവ് എന്നോട് പറഞ്ഞു, നിന്നോടുള്ള ദൂത. ഞാൻ പെട്ടെന്ന് ചർച്ച 21 ദിവസത്തെ ഉപവാസം വെച്ചു. 21 ദിവസത്തെ ഉപവാസം. വിഷയം ഇതാണ്. ഈ വിഷയം, ഈ സംഭവിപ്പാനുള്ളതെല്ലാം എന്ത് ചെയ്യണം? ഒഴിഞ്ഞു പോകണം. പ്രാർത്ഥിച്ചു. 18ാമത്തെ ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞങ്ങളുടെ ഒരു കുഞ്ഞ്, ഞങ്ങളുടെ അവിടെയുള്ള ഒരു LIC കെട്ടിടം, 3 നില കെട്ടിടം, അതിൻ്റെ മുകളിൽ കയറി പ്ലംബിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ഏണി എടുത്തപ്പോൾ ഏണി പോയിട്ട് ഒരു ലൈനെ ചെന്ന് തട്ടിയിട്ട് അവൻ ചത്ത് താഴെ വീണു. നൊരേമ്പതായി വന്നു. അടുത്ത ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാരെ നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ മരിച്ചു പോയെന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർക്ക് ഒരു സംശയം. അയാൾ വീണ്ടും വന്ന് അവന് CPR കൊടുത്തപ്പോൾ അവനൊരു അനക്കം വന്നു. ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ ഒരു ഡോക്ടർക്ക് തോന്നണമെങ്കിൽ ഒരു കാര്യമുണ്ട്. വേദവസം പഠിപ്പിക്കുന്നു, എന്നെ സഹായിക്കുന്നവരുടെ കൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ദൈവം നിന്നെ സഹായിക്കണമേ. അവർ ഇടറി വീണു, ആരും സഹായിപ്പാൻ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെങ്കിലേ കൃത്യസമയത്ത് ഡോക്ടറെ പോലും കിട്ടത്തുള്ളൂ. അല്ല, ഡോക്ടറെ കിട്ടിയത് കൊണ്ടല്ല നമ്മൾ രക്ഷപ്പെട്ടത്, ദൈവം ഡോക്ടറെ അവിടെ ഇരുത്തിയത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. അതല്ല എൻ്റെ പരമാർത്ഥം. അപ്പം നോക്കൂ, ഈ ഡോക്ടർക്ക് ഒരു ചിലപ്പോൾ ഡോക്ടർ CPR കൊടുത്തിട്ട് ഇവനെ എടുത്തുകൊണ്ട് പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വെന്റിലേറ്ററിൽ മാറ്റി. വെന്റിലേറ്ററിൽ മാറ്റുമ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവനെ ഇനി കിട്ടിയിട്ടും കാര്യമില്ല, ബ്രെയിൻ ഡെത്ത് ആയിപ്പോയി കൊച്ചന്, എന്തോ ചെയ്യണം. ഞാൻ പറഞ്ഞു, സാരമില്ല, ശ്രമിക്കുക. പക്ഷെ എൻ്റെ പൊന്നു പ്രിയരെ, നടന്ന സംഭവം എൻ്റെ കൂടെയുള്ളവർക്കെല്ലാം അറിയാവുന്ന കാര്യം.
ഞങ്ങളത് ആഘോഷിച്ച ദൈവസന്നിധി സ്തുതിയും സ്തോത്രവുമായിട്ട് ആഘോഷിച്ച ഒരു സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, വെന്റിലേറ്റർ അന്ന് രാത്രി പ്രാർത്ഥിക്കായിരുന്നു. കർത്താവിനോട് ചോദിച്ചു, കർത്താവെ 18 ദിവസമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഒഴിഞ്ഞു പോകാൻ, എന്നിട്ട് ഇപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. കണ്ണീരോടെ പ്രാർത്ഥിച്ചു. പക്ഷേ അത്ഭുതം ചെയ്തു. ദൈവം ഒരു കാര്യം ചെയ്തു. അവനെ അത്ഭുതകരമായിട്ട് വെന്റിലേറ്ററിൽ നിന്ന് റിക്കവറായി ഐസിയുവിൽ നിന്ന് ഇറങ്ങി റൂമിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അവൻ നേരെ എൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, അച്ചാച്ച ഒരു യോഗം നടത്തണം എൻ്റെ വീട്ടിൽ, അച്ചാച്ചൻ്റെ ഡേറ്റ് വേണം. എൻ്റെ ഡയറി എടുത്ത് നോക്കി അവൻ എൻ്റെ ഡേറ്റ് ഒരു യോഗം അവൻ്റെ വീട്ടിൽ വെച്ചു. ഒരു സന്ധ്യയ്ക്ക് ഞാൻ അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പ്രിയരെ, ഞാനൊരു സ്തോത്ര പ്രാർത്ഥനയ്ക്ക് ഒരു വീട്ടു പ്രാർത്ഥനയ്ക്ക് എന്നതാ. ഞാൻ ചെന്നപ്പോൾ അവൻ്റെ മുറ്റത്ത് പന്തലിട്ടേക്കുന്നു, ഒരു കൺവെൻഷൻ പോലെ. റോഡ് മുതൽ ലൈറ്റ് ഇട്ടേക്കുന്നു, മൈക്കെല്ലാം വെച്ചേക്കുന്നു, ആളുകളെല്ലാം പാടുക നിൽക്കുന്നു, കൊയറെല്ലാം ഉണ്ട്. ഇവൻ എന്നെ വിളിച്ചുകൊണ്ട് അകത്ത് പോയപ്പോൾ അതിലും അത്ഭുതം. 250 പേർക്കുള്ള ചിക്കൻ ബിരിയാണി. ആ അയൽവക്കക്കാർ മുഴുവൻ ജാതിമത ഭേദമന്യേ അവിടെ കൂടിയിട്ടുണ്ട്. അവൻ ഓരോ വീട്ടിലും പോയി വിളിച്ചു. ഈ സംഭവം പത്രത്തിലൊക്കെ വന്നതായതുകൊണ്ട് എല്ലാവരും വന്നു. അന്ന് ഇവൻ എന്നെ അകത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, അച്ചാച്ചൻ പറയുന്ന പോലെ എനിക്ക് പറയാൻ അറിയത്തില്ല, പക്ഷെ ഞാൻ പറയുന്ന പോലെ ഇന്ന് രാത്രി പ്രസംഗിക്കാവും. ഞാൻ ചോദിച്ചു, എന്താ പ്രസംഗിക്കേണ്ടത്? അവൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഇവിടെ പന്തലിട്ടേനെ, പക്ഷേ അത് യോഗം നടത്താനല്ല, എൻ്റെ ശവം കൊണ്ട് വെക്കാനായിരുന്നേനെ. കഴിഞ്ഞ ആഴ്ച ഇവിടെ പാട്ടുകാർ പാടിയേനെ, പക്ഷേ ഈ പാട്ടല്ല, സാഗി അല്പം നേരം മാത്രം എന്നുള്ള സമയാമണ്ഡലത്തിൽ പാടിയേനെ. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഭക്ഷണം കൊടുത്തേനെ, പക്ഷേ ഈ ഭക്ഷണമല്ല, ഒന്നീ ബന്യും കാപ്പി അല്ല കഞ്ഞിയും പയറും മരണം വീട്ടിൽ കൊടുക്കുന്ന ഫുഡ് കൊടുത്തേനെ. എന്നാൽ ഇന്ന് പന്തലിട്ടത് സ്തോത്രത്തിനാണ്, ഇന്ന് കൊയറ് പാടുന്നത് സ്തുതിയുടെ പാട്ടുകളാണ്. ഇന്ന് പ്രിയരെ ഇവിടെ കൊടുക്കുന്നു ചിക്കൻ ബിരിയാണിയാണ്. കാരണം കൂടെ വിളിച്ച് പറയണം. എന്താ കാരണം? മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് കർത്താവായ യഹോവയ്ക്കുള്ളതാണ്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് കർത്താവായ യഹോവയ്ക്കുള്ളതാണ്. ഈ കൺവെൻഷൻ്റെ കടശ രാത്രി ഞാൻ പറയട്ടെ, ഈ കൺവെൻഷൻ മുഖാന്തരം ദേശത്ത് പോലും സംഭവിക്കാനുള്ള ദുരന്തങ്ങളെ ഒഴിച്ചുവിടുന്ന ഒരു ദൈവപ്രവൃത്തിയായി വെളിപ്പെടും. ഈ ദേശത്തിന് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിച്ച്, ഇവിടെയുള്ള ചുറ്റുപാടുള്ള സകല കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച്, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. ഞാൻ മതത്തിൻ്റെ ആളല്ല, ഞാനൊരു മതത്തിൻ്റെ ആളല്ല. ഞാൻ യേശു കർത്താവിൻ്റെ ഒരു സാക്ഷി മാത്രമാണ്. ഈ എളിവൻ മതത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷമായ യേശു. തലേ ദിവസം ഞാൻ വരുമ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ റോഡേ നടന്നു വരികയാണ്. SLCയുടെ റിസൾട്ട്, അന്ന് SLC ആണ്, റിസൾട്ട് അറിഞ്ഞിട്ട് വരുന്ന അന്ന് നെറ്റില്ല. നമ്മൾ ഈ പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ പോയിട്ടാണ് റിസൾട്ട് അറിയുന്നത്. അത് ഒരു 10-15 വർഷം കൊണ്ടല്ലേ ഇതെല്ലാം ഉണ്ടായത്. അത് റിസൾട്ട് അറിഞ്ഞിട്ട് വരുമ്പോൾ എൻ്റെ അമ്മ വരുന്നു. എൻ്റെ അമ്മയുടെ മുഖം ഇങ്ങനെ വല്ലാതിരിക്കുക. ഞാനപ്പോൾ അമ്മയോട് എടുത്തവായി പറഞ്ഞു, എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോനും എൻ്റെ കൂടെ 10-ലുണ്ടായിരുന്നു. അവന് ഡിസ്റ്റിങ്ഷനുണ്ട്, എനിക്ക് അന്ന് ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് കുശുമ്പായതുകൊണ്ട് അമ്മയുടെ മുഖം വല്ലായിരിക്കുന്നു. എന്നടാ അവന് ഡിസ്റ്റിങ്ഷൻ കിട്ടി, എനിക്ക് ഫസ്റ്റ് ക്ലാസ്സേ ഉള്ളൂ. അമ്മ ഇത് നല്ലതല്ലോ. എൻ്റെ അമ്മ ഉണ്ട് പറഞ്ഞിട്ട് മറുപടി ഉണ്ട്, എടാ അവൻ പഠിച്ചിട്ട് കിട്ടിയത്, അവൻ പുസ്തകം പുഴുവായിരുന്നു, നിനക്ക് ദൈവം തമ്പുരാൻ തന്നതാടാ, ഓസിന് കിട്ടിയതാ. നമ്മൾ ഈ ഉഴപ്പരായിരുന്നേ, ലാസ്റ്റ് മൊമെൻ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യും. മറ്റും ഭയങ്കര പഠിപ്പിച്ചിട്ടായിരുന്നു. അപ്പോൾ ആ പഠിപ്പിച്ചിന് കിട്ടിയത് അവൻ പഠിച്ചത് കൊണ്ടാണ്. എനിക്ക് കിട്ടിയത് ദൈവം തമ്പുരാൻ ഗ്രേസാണ്. അപ്പോൾ അമ്മ പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചാൽ, അമ്മ എന്തിനാ വല്ലായിരിക്കുക? അറിയാൻ വയ്യടാ മോനെ, നിൻ്റെ മുമ്പിൽ എന്തോ വലിയൊരു അനർത്ഥം വരാൻ പോകുന്നു. അന്ന് ഞാൻ കണ്ടൊരു കാര്യമുണ്ട്. ഒരു നൈറ്റി ഇട്ട് ഒരു കീറപ്പായിരുന്ന് കരയുന്ന ഒരമ്മ, രാത്രി മുഴുവൻ കരച്ചിൽ. പിറ്റേ ദിവസം ഒരു വെള്ളം പോലും കുടിക്കാതെ അമ്മ പായായിരിക്കുക. അന്ന് 5 മണിക്കാണ്, 6 മണിയോട് അടുത്തപ്പോഴാണ് എന്നെ കറണ്ടടിക്കുന്നത്. പക്ഷേ ഒരു കാര്യം, അതിനൊരു 24 മണിക്കൂറല്ല, ഏകദേശം 48 മണിക്കൂർ മുമ്പ് ഒരമ്മ കരയാൻ തുടങ്ങി. എന്താണെന്നറിയത്തില്ല. പക്ഷേ അതിൻ്റെ മുമ്പിൽ മരണം മാറിപ്പോവുകയാണ്. ഇന്ന് രാത്രി നിന്നെ ആത്മാവ് പ്രേരിപ്പിക്കുമ്പോൾ പ്രാർത്ഥനയെ നഗരത്തിൻ്റെ തിരക്കുകൾക്കകത്ത് സമയമില്ലെന്ന് ആരും പറയരുത്. കർത്തദാസന്മാരെ, ഒരു പ്രേരണ തോന്നിയാൽ അന്നേരം ഉപവാസം പ്രഖ്യാപിക്കണം. അപ്പോൾ ആരോടും ചോദിക്കേണ്ട, ദൈവം പറഞ്ഞാൽ പ്രഖ്യാപിച്ചോണം. ആരുമില്ലെങ്കിലും ഇരിക്കണം. എന്താ കാര്യം? ഒഴിച്ചു വിടുന്ന ദൈവപ്രവൃത്തികൾ നടക്കാൻ തുടങ്ങും. ഇന്ന് രാത്രി ആത്മാവിൻ്റെ ഒരു പ്രവൃത്തി ഇവിടെയുണ്ട്. പ്രാർത്ഥനയിൽ പോരാടുക. 2004 സമയങ്ങളിൽ ഒത്തിരി സംഭവങ്ങളുണ്ടായതിൽ ഒരു സംഭവം, ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. 3 മാസം പ്രായമായ കുഞ്ഞെൻ്റെ ഭാര്യയുടെ മടിയിരിക്കുന്നു. ഞാൻ എൻ്റെ ഒരു മാരുതി 800 ഓടിച്ചുകൊണ്ട് വരുന്നു. അതിന് നോൺ AC കാറ്, ഗ്ലാസ് എല്ലാം തത്തിട്ടിരിക്കുന്നു. അന്ന് സീറ്റ് ബെൽറ്റ് കമ്പൽസറി അല്ല. പെട്ടെന്ന് എന്നോട് ദൈവാത്മാ പറഞ്ഞു സീറ്റ് ബെൽറ്റ് ഇടാൻ. ഞാൻ എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കൂടെ കൂട്ടി സീറ്റ് ബെൽറ്റ് ഇട്ടു. ഇച്ചിരി ഭാര്യ എൻ്റെ ചോദിച്ചു, എന്തിനാ ചേച്ചി ഇപ്പോൾ ഇത് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്നെ വട്ടാണോ? ഞാൻ പറഞ്ഞല്ല, ഞാനിട്ടു, ഒരു രസം തോന്നി. നീ അങ്ങനെ അവിടെ ഇരുന്നു, നല്ല രസം നിന്നെ ഇപ്പം ഇങ്ങനെ കാണാൻ. അങ്ങനെ ഇട്ടു. ഒരു 2-3 കിലോമീറ്റർ മുമ്പോട്ട് പോയി. ഞാൻ ഈ എളിയവൻ ഉറങ്ങിയിട്ട് ആ സൈഡിൽ നിന്ന് ഒരു കുഴിക്കകത്ത് മറിഞ്ഞു. പക്ഷേ സീറ്റ് ബെൽറ്റ് ഇട്ടത് കൊണ്ട് കൊച്ചനങ്ങിയില്ല, അവിടെ ഇരുന്നു. എന്നെ ഡ്രൈവിംഗ് സീറ്റിൽ കൂടെ ഞങ്ങളെ പുറത്തിറക്കി, കാർ എടുത്തു. ഒരു കുഴപ്പം പറ്റാൻ ഞങ്ങൾ വീട്ടിൽ വന്നു. ചെറിയൊരു ഗ്ലാസ്സിനൊരു സ്ക്രാച്ചസ്, അതിക്കുള്ളൊന്നും ഉണ്ടായില്ല. വീട്ടിൽ വന്നിട്ട് എൻ്റെ പൊന്നു പ്രിയരെ, ഞാൻ ഈ സാക്ഷ്യം സഭയിൽ പറഞ്ഞപ്പോൾ ഒരു ചേച്ചി എന്നോട് ചോദിച്ചു, എത്ര മണിക്കായിരുന്നു മോനെ? ഞാൻ പറഞ്ഞൊരു 3:30 മണിയായി. ആൻറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്. ആ സമയത്ത് ഞാൻ ഉച്ചയ്ക്ക്
ഒരു മിറ്റം തൂക്കാനിറങ്ങി. മിറ്റം തൂത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ദൈവശബ്ദം കേട്ടു, ചൂല് താഴെ ഇടുക, പ്രിൻസ് പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ സമയത്ത് അവരെനിക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കർത്താവ് പറയുന്നത്, സീറ്റ് പറ്റിടാൻ ഇന്ന് രാത്രി നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. എന്ത് ശക്തി? ദൈവികതമല്ലാത്ത സകല മരണങ്ങളെ ഒഴിച്ചുവിടാനുള്ള ഒരു വലിയ ശക്തിയാണ് പ്രാർത്ഥന. മനസ്സിലാക്കുന്നവർ പോരാടാൻ തയ്യാറായിക്കണം. 2019 ആദ്യ മാസങ്ങൾ, 1 വർഷം മാസം നമ്മളെ പിന്നിട്ടു. ഇനിയും വരുന്നു 11 മാസങ്ങൾ. ആർക്കും സഹിച്ചുകൂടാത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരത്തിൻ്റെ പട്ടണവാസികളെ കർത്താവ് പറയുന്നു, ഉണർന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഉണർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ഒഴിഞ്ഞു പോകാൻ ദൈവത്തിന് കഴിയും. രണ്ടാമത്തെ അവിടുത്തെ ഒരു ഘടകം, ഈ സംഭവിക്കാനുള്ള ഒഴിഞ്ഞു പോകണം വേണം. 2, മനുഷ്യത്വത്തിൻ്റെ മുമ്പിൽ നിൽപ്പാൻ നമ്മൾ എന്താകണം? പ്രാപ്തരാകണം. ലോകം കാത്തു നിൽക്കുന്ന ഏറ്റവും വലിയൊരു സംഭവമുണ്ട്, നമ്മുടെ കർത്താവിൻ്റെ വരവ്. കർത്താവ് വരും, യാഥാർത്ഥ്യം. പക്ഷേ കർത്താവ് വരുമ്പോൾ ഒരു വലിയ ഒരു സംഭവം ഉണ്ടാകും. ഇപ്പോൾ 2 പേര് തിരികല്ലായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, ഒരാൾ വിടപ്പെടും. 2 പേര് കട്ടിലേക്ക് കിടക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ വിടപ്പെടും. എന്താ കാര്യം? എല്ലാ കട്ടിലേയും കിടക്കുന്നവരും 2 പേരും പോകത്തില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഒരുങ്ങപ്പെട്ടവർ പോകും. അവിടെ വിടപ്പെടാതിരിക്കണമെങ്കിൽ ഇന്ന് ദിവസങ്ങളിൽ ഉണർന്ന് പ്രാർത്ഥിച്ചോണം. ഉണർന്ന് സമയം കൂടുതൽ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുമ്പോൾ എന്തോ പറ്റും? അതിൻ്റെ ജഡീകതകളെ ഉരുക്കിക്കളയുക, അതിൻ്റെ വല്ലായ്മകളെ മുറുകെ പറ്റുന്ന പാപങ്ങളിൽ നിന്നുള്ള ജയം തരും. ഇന്ന് രാത്രി പറയട്ടെ, സെക്കൻഡ് ചാൻസ് ഇല്ലാത്ത ഒരു വലിയ യാഥാർത്ഥ്യം. മനുഷ്യനെ അഭിമുഖീകരിക്കാൻ ഏത് നിമിഷം തയ്യാറായിക്കണം. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ്. 2 ആണെങ്കിലും മറ്റൊരു ചാൻസ് ഇല്ലാത്തത് കൊണ്ട് എൻ്റെ യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ ഇന്ന് രാത്രി ഒരു കാര്യം അമിതമായി പ്രാർത്ഥിക്കുക. എത്ര പേർ പ്രാർത്ഥനയ്ക്ക് ഉറക്കം? യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ കെടുത്തിക്കളഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നവരെ ഒതുക്കിയിട്ട് കുടുംബങ്ങളിലേക്ക് ദുരന്തങ്ങളെ വരുത്തി വെക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പിശാച് നിന്നെ ആദ്യം കെട്ടി നിൻ്റെ പ്രാർത്ഥനയെ കെട്ടിയത് കൊണ്ടാണ് നിൻ്റെ കൊച്ചു കെട്ടപ്പെട്ടത്. ഇന്ന് രാത്രി നിൻ്റെ കൊച്ചിൻ്റെ കെട്ടഴിയപ്പെടാൻ ഒരു വഴി. അമ്മേ, നിൻ്റെ പ്രാർത്ഥന ഉയരണം. പ്രിയപ്പെട്ടവനെ, നിൻ്റെ പ്രാർത്ഥനയെ കെട്ടിയത് കൊണ്ടാണ് നിൻ്റെ വീടിനകത്ത് വല്ലാത്ത ബന്ധനങ്ങൾ കയറി വന്നത്. ഇന്ന് രാത്രി ആ ബന്ധനങ്ങൾ, പ്രാർത്ഥനയുടെ കെട്ടുകൾ അഴിഞ്ഞാൽ ഇന്ന് രാത്രി നിൻ്റെ വീടിനകത്തെ കെട്ടുകളെ അഴിക്കാനുള്ള ആ സ്വാതന്ത്ര്യത്തെ, അധികാരത്തെ കർത്താവ് നിങ്ങൾക്ക് പകരപ്പെടുന്നുണ്ട്. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ച് സംഭവിപ്പാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകേണ്ടത്. ഞാൻ പറയുന്നത് വളരെ ശാന്തമായിട്ട് പറയുന്നു. നിങ്ങളുടെ അകത്തേക്ക് ഇന്ന് രാത്രി ആത്മാവ് ഈ വചനത്തെ ഇടിച്ചു കയറ്റുകയാണ്. മറക്കരുത്. 2 കാര്യങ്ങൾ. 1, ഒഴിഞ്ഞു പോകണം. 2, മനുഷ്യപുത്രൻ്റെ വരവെങ്കിൽ നിൽക്കപ്പെടണം. വിടപ്പെടരുതേ.